ഇത് വോട്ടിൽ പ്രതിഫലിക്കുമ്പോഴേ CPM പഠിക്കുള്ളൂ, പാഠം പഠിക്കും. ഭൂമിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നിടത്ത് CPM CPIയും മൗനമാണ്. ഇവരോട് പാലസ്തീനിലെ അധിനിവേശത്തെപ്പറ്റി കരയും, അട്ടപ്പാടിയിലെ ആദിവാസിയുടെ ഭൂമിയെപ്പറ്റി പറയുമ്പോൾ ഉണ്ടത്. തന്ത്രം മനസ്സിലായി. CPMൻ്റെ CPIയുടെ ഒക്കെ തന്ത്രം പിടിയിട്ടു. ഇപ്പോൾ CPMന് വിറച്ചു തുടങ്ങി. കേരളത്തിലെ ഏറ്റവും അഴിമതി പാർട്ടി, ഒരാവശ്യമില്ലാത്ത പാർട്ടി CPI ആണ്. വേടനെ വിമർശിക്കുന്ന ആളുകൾ, അതെന്താ കഞ്ചാവോളി എന്നൊരു പറയാം സഹോദരി പറഞ്ഞ്, ശശികല അല്ലേ, അവരാണ് ശിവമൂലി വിൽക്കുന്ന, ശിവമൂലി എന്ന് പറഞ്ഞ കഞ്ചാവ് അടിക്കുന്ന സന്യാസിമാരെ ഇവിടെ കൊണ്ടിട്ട് ആട്ടുകയാണ്, വസ്ത്രം പോലും ധരിക്കാതെ. ശിവമൂലി പുറത്തോണം. എന്തൊരു വൈരുദ്ധ്യം ഇത്! ദലിതർക്ക് വേറെ കലയില്ലേ? ഇതെല്ലാം ശശികലയാണ് തീരുമാനിച്ചത്. നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞൊരു പ്രയോജനം, വേടന് പോലും ഞങ്ങൾ അവാർഡ് കൊടുത്തു എന്നാണ്. പിന്നെ പുള്ളിക്കാരൻ അതേ പറയത്തുള്ളൂ, കാരണം അത് അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായൊരു പാപ്പരത്വം ദാരിദ്ര്യത്തിലേക്ക് വളരെ താഴെയാണ്. കോൺഗ്രസ് എടുത്താലും ഇടതുപക്ഷം എടുത്താലും BJP എടുത്താലും അടിസ്ഥാനപരമായിട്ട് അത് സംഘപരിവാര രാഷ്ട്രീയമാണ്. അതിന് കൂടുതൽ കുറവുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളെ എന്തിന് ശൂദ്രരാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് ഈ ദൈവങ്ങൾക്ക് നേരെ ഇവർ കലയിക്കണം, ഈ ബ്രാഹ്മണ്യത്തിനെതിരെ കലയിക്കണം, ഈ തന്ത്രിമാർക്കെതിരെ കലയിക്കണം. ഈ മീഡിയ വൺ മൗദൂദി ചാനലാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ജനൻ TV പോയിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കരുടെ ട്രാപ്പിൽ ഇവർ വീണില്ല. കാരണം ഇസ്ലാമും ഇവരെയും തമ്മിൽ ഒന്ന് കലയിപ്പിക്കാറ് ശ്രമം അദ്ദേഹം നടത്തി. അംബേദ്കർ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്. അംബേദ്കർ ഇസ്ലാമിനെ വിമർശിച്ചു എന്ന് കരുതി സണ്ണി കവിക്കാട് നിർബന്ധമുണ്ടോ? എല്ലാ മതങ്ങളും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ പക്കൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും മലയാളി മെമ്മോറിയലിൻ്റെ കാലം മുതൽ ഘട്ടം ഘട്ടമായിട്ട് ആർജിച്ച് ഈ സാധനങ്ങളെല്ലാം കയറി അട്ട പിടിക്കുന്നവരെ പിടിച്ചിരിപ്പുണ്ട്. ഞാൻ പറയാറുണ്ട്, കരയോഗം ക്യാബിനറ്റല്ലേ ഇന്ന് കേരളം ഭരിക്കുന്നത്. അടുത്തിടെ ശ്രീജിത്ത് പണിക്കരെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിൽ, സ്ഥലവും സമയവും പറഞ്ഞാൽ ഞാൻ വരാമെന്ന്. എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു അതിലെ പ്രശ്നം? ഈ സണ്ണി സാർ ഇരിക്കുന്നു, സണ്ണി കവിക്കാട്, അടുത്തത് നമ്മുടെ ശ്യാം കുമാറാണ്. ഈ രണ്ടാളുകൾ ഈ സംഘപരിവാരങ്ങൾക്ക് സൃഷ്ടിച്ച അസ്വസ്ഥത വളരെ വലുതാണ് ബൗദ്ധിക മണ്ഡലത്തിൽ. ഒരാൾ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട്, ഈ ശ്യാംകുമാർ വരുന്നത് സംസ്കൃതത്തിൽ പണ്ഡിതനായിട്ടാണ്. ഈ സണ്ണി കവിക്കാട് എന്ന് പറയുന്ന ആൾ ഫിലോസഫിയിൽ ഡിഗ്രി ഫസ്റ്റ് റാങ്കാണ്, PGക്കും ഫസ്റ്റ് റാങ്കിൽ പാസ്സായി വന്ന ആളാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ തത്വസംഹിതകളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. അപ്പോൾ ഈ ചർച്ചയ്ക്കകത്ത് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് സംവരണമല്ല, സമയമാണ്. ആങ്കറോട് ചോദിക്കുന്നത് ഇത് എന്തിനാണ് എന്ന് വെച്ചാൽ, ഈ സംവരണം എന്ന് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന SC ST ആണ്. അതെങ്ങനെ ഉണ്ടായതറിയോ? നമ്മുടെ റേഡിയോ ഉണ്ടായിരുന്ന കാലത്ത് ഈ തൊഴിൽ അവസരങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇത്ര ശതമാനം പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു, അവർക്ക് ഇത്ര മാർഗ്ഗം മതി, ഇത് ഇച്ചിരി കുറയ്ക്കുന്ന ഒരു കേസ് ഇട്ടൂടെ കേൾക്കാം. ഇങ്ങനെ മനുഷ്യൻ മുഴുവൻ ധരിച്ചു വെച്ചു ഏറ്റവും അധികം സംവരണം കൈപ്പറ്റുന്നത് ഇത് മൊത്തം ഇവർ കൊണ്ടുപോവാണ്. അന്ന് മുതൽ ഉദ്യോഗാർത്ഥികളിൽ പലർക്കും അവസരം കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇവർ ശവിക്കുക, കണ്ടോ ഒരു പഠിപ്പും ഇല്ലാത്തവർക്ക് കിട്ടുകയാണ്. ഇത് സത്യത്തിൽ തെറ്റാണ് ഈ പറഞ്ഞത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം, ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം സംവരണം അനധികൃതമായി കൈപ്പറ്റുന്നത് ശ്രീജിത്ത് പണിക്കരുടെ സമൂഹമാണ്. ഞാൻ പറഞ്ഞത് അനധികൃതമാണത്. എങ്ങനെ അനധികൃതം? എല്ലാ മനസാക്ഷിക്കും വിരുദ്ധ EWS എന്ന പേരിൽ ഒരു സംവരണ തത്വം കൊണ്ടുവന്നിട്ട് മുന്നോക്ക സമൂഹത്തിന് സംവരണം. അപ്പോൾ എന്നോട് ശരണ്യ ചോദിക്കുകയാണ്, വിശപ്പ് ഈ മുന്നോക്കനും പിന്നോക്കനും എല്ലാം ഒരുപോലല്ലേ? 100%. അവന് വേണ്ടത് ക്ഷേമ പദ്ധതിയാണ്. വിശക്കുന്നവന് വെൽഫെയറാണ് കൂടേണ്ടത്. സംവരണം ഭരണഘടനാദത്തമായ അവസര സമത്വത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനത്തിൻ്റെ പേരാണ് സംവരണം. അതായത് ഒരു കമ്മ്യൂണിറ്റിയെ സാമൂഹ്യ നിലവാരങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും പരിത്യജിക്കുന്നു എന്ന് കണ്ടാൽ അത് നടപ്പില്ല. ജനാധിപത്യത്തിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ പാടില്ല. പകരം അവരുടെ റെപ്രസെൻറ്റേഷൻ അവിടെ വേണം എന്നുള്ള ശാസ്ത്രീയമായ നിഗമനത്തിൻ്റെ പേരാണ് സംവരണം. അത് ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് വെൽഫെയറാണ്. ഇനി അതിൻ്റെ മാനദണ്ഡം ഭയങ്കര രസകരമാണ്. മാനദണ്ഡം എന്താണ്? ഈ മുന്നോക്കക്കാലം അവർക്ക് 8 ലക്ഷം വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അവൻ മുന്നോക്കരിലെ പിന്നോക്കനാണ്. 8 ലക്ഷം. അപ്പോൾ ഒരു 60,000 രൂപ പ്രതിമാസ സാലറി വാങ്ങുന്ന ഒരാൾക്ക് ഈ സംവരണം കൊടുക്കാം. അല്ല ഇല്ലാത്തവനാ. അടുത്തത് അത് ശ്യാംകുമാർ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു അസോസിയേറ്റ് പ്രൊഫസറായിട്ട് കയറി, നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടേണ്ടി വരുന്നു, അസിസ്റ്റൻറ്റ് പ്രൊഫസറോ മറ്റേ കിട്ടേണ്ടി വരുമ്പോൾ നിങ്ങളുടെ സാലറി അല്ല നോക്കുന്നത്, അപ്പൻ്റെ അമ്മയുടെ സാലറിയാണ് കണക്ക് കൂട്ടുന്നത്. നിങ്ങളുടെ ഇൻകത്തെ തൊടുന്നില്ല. എന്നിട്ട് നിങ്ങളെ ഇല്ലായ്മക്കാരനായി പരിഗണിച്ച് നേരെ ഈ സംവരണ തത്വം അട്ടിമറിക്കുക. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ആസ്വദിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് 8% വാങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കുന്ന 2 പേരെ ശ്രീജിത്ത് പണിക്കർ ടാർഗറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അടുത്തത് ശ്രീജിത്ത് പണിക്കരുടെ ട്രാപ്പിൽ
ഇവർ വീണില്ല. കാരണം ഇസ്ലാമും ഇവരെയും തമ്മിൽ ഒന്ന് കലയിപ്പിക്കാൻ ശ്രമം അദ്ദേഹം നടത്തി. അംബേദ്കർ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ടോ? ഉണ്ട്. അംബേദ്കർ ഇസ്ലാമിനെ വിമർശിച്ചു എന്ന് കരുതി സണ്ണിക വിക്കാണ് നിർബന്ധമുണ്ടോ? അങ്ങനെയുള്ള നിയമമുണ്ടോ? ഇല്ല. അപ്പം നിങ്ങളാരെ വിമർശിക്കുന്നുള്ള എൻ്റെ കാര്യമല്ല. എനിക്ക് ആരോട് സഹവർത്തിത്വം പുലർത്താം. കാരണം ഇവർ രണ്ട് കൂട്ടരും ചേഞ്ച് വരുത്തി കാണും. എല്ലാ മതങ്ങളും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി ഒത്തിരി പരിഷ്കരണം വരുത്തിയില്ല. ഇൻക്വസിഷനും ഒക്കെ നടപ്പിലാക്കിയ കാര്യമാണ്. ഭീകരത ഒത്തിരി അഴിച്ചുവിട്ടിട്ടുണ്ട് അല്ലേ? അതെല്ലാം റദ്ദ് ചെയ്ത് കാലോചിതമായി മതം പരിഷ്കരിക്കണം, രാഷ്ട്രീയം പരിഷ്കരിക്കണം, ഇസ്ലാം പരിഷ്കരിക്കണം. പരിഷ്കൃതമായ ഒരു ഇസ്ലാം ഉണ്ടെങ്കിൽ അതിനോട് നമുക്കെന്തോ കലഹം? യാഥാസ്ഥിതിക ബോധത്തോടെ പോകുന്ന ആ ചിന്തയ്ക്ക് വിപരീത ദിശയിലുണ്ടെങ്കിൽ എന്താ കലഹം? അങ്ങനെ പറയേണ്ട ഒരു ഘട്ടത്തിൽ അതിലേക്ക് അവർ പോകുന്നില്ല. കാരണം ചർച്ച വഴിമാറിപ്പോകുക. ശ്രീജിത്ത് പണിക്കരുടെ ആവശ്യം അതാണ്, ഒന്ന് വഴിമാറ്റി വിടുക. അത് ഇവരുടെ ബുദ്ധിപരമായ ഇടപെടൽ കൊണ്ട് അത് നടന്നില്ല. ബാക്കി സണ്ണി സാർ ഇപ്പുറത്ത് പറയുന്നുണ്ട്, ഇനി കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ സംവരണമല്ല ഞാൻ ചോദിച്ചത്, സമയമാണ് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം കൊടുക്കുന്ന ഒരു പരോക്ഷമായ ഒരു മുനയുണ്ട്. അതാണ് വിഷയം. അത് ഏറ്റവും കൂടുതൽ കൈപ്പറ്റിയിട്ട് എന്നെ കണ്ടാൽ കിണ്ണം കട്ടെന്ന് തോന്നുമോ എന്നൊരു പഴഞ്ചൊല്ല് പോലെ ഇതെല്ലാം ആസ്വദിച്ച മനുഷ്യൻ ഇരുന്നുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയാണ് സംഭവം. പഴയ ആ ശ്രീജിത്ത് തറവാടി എന്ന് പറയുക, ഒരു DGP കണ്ടിട്ടില്ലേ? അപ്പോൾ ആ മനുഷ്യൻ തറവാടി എന്ന് പറയുക. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തു. ഉമ്മറപ്പടിയിൽ വീടിൻ്റെ ഉമ്മറത്ത് കത്തി എരിഞ്ഞു തീർന്ന ചൂട്ടുകെട്ടുകളുടെ എണ്ണമാണ് നിങ്ങളുടെ തറവാടിത്വം. അല്ലേ പറയട്ടെ, ചരിത്രത്തിൽ എനിക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ശരണ്യക്കത് അത്ര കണ്ട് ഗ്രാഹ്യം കാണത്തില്ല. ചരിത്രം പഠിച്ചിട്ടില്ലെന്നല്ല, അത്ര കണ്ട് കാണത്തില്ല. അല്ലെങ്കിൽ എന്തോ മനഃപൂർവ്വം അവിടെ വിടുന്നു. ഉമ്മറപ്പടിയിൽ എരിഞ്ഞു തീർന്ന ചൂട്ടുകെട്ടുകളുടെ എണ്ണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരുത്തൻ ക്ലാസ് എടുക്കുക. ആ ക്ലാസ് എടുക്കുന്നവൻ നിന്നുകൊണ്ട് അവൻ ക്ലാസ് എടുത്താൽ മതി. അക്കാഡമി സിലബസ് ഉണ്ടോ അവിടെ? അല്ല, അതും എനിക്ക് പലപ്പോഴും എനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന ഒരു എന്താ പറയുക, ഒരു വിമർശനം വരുമ്പോൾ എല്ലാവരും ഈ പറയുന്ന സ്പെസിഫിക് കമ്മ്യൂണിറ്റീനെ ഒരു ചൂട്ടുകറ്റയും അല്ലെങ്കിൽ ഒരു വിളക്കും ഒരു പായയും വെച്ചിട്ട് എപ്പോഴും ഉപമിക്കാറുണ്ട്. പക്ഷെ അപ്പോൾ പോലും ആസ് എ പേഴ്സൺ ഞാൻ ചിന്തിക്കുന്നത് അവിടുത്തെ സ്ത്രീകൾക്കന്ന് സ്വാതന്ത്ര്യമില്ല. അതായത് ആ രീതിയിലല്ല കേട്ടോ ഞാൻ വെച്ചത്, വേറൊരു രീതിയിൽ നോക്കി. അതായത് തൻ്റെ കൂടെ ആര് കിടക്കണമെന്ന് നിശ്ചയിക്കാൻ അവകാശമില്ല. നിർബന്ധിതമായി ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പോകേണ്ടി വരുന്ന ഒരു സ്ത്രീ സമൂഹമുണ്ട്. രണ്ട്, അവർ തന്നെയും പവർഫുള്ളാണ്. കാരണം ഈ പറയുന്ന ഇതേ കാര്യം വെച്ചിട്ട് അവർക്ക് എന്തും സാധിച്ചെടുക്കാമായിരുന്നു. അന്ന് പറയുന്നതുണ്ട് ദളിത് ആയിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ അടിസ്ഥാന വർഗ്ഗക്കാർ, ദളിത് മാത്രമല്ല അന്നുണ്ടായിരുന്ന ആദിവാസി എല്ലാവരും, താഴേക്കിടയിലുള്ളവർക്കെല്ലാം അവരവരുടെ ഭാര്യമാരുടെ കൂടെ കിടക്കാൻ ഭക്ഷണം കഴിക്കാനും കുട്ടികളുടെ കൂടെയും അവർക്കിടയിൽ ശരിക്കും പറഞ്ഞാൽ ഈക്വാളിറ്റിയും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ജെൻഡർ ഈക്വാളിറ്റി. നീ ഭർത്താവ് വേണം കഞ്ഞി വെക്കാൻ, അല്ല ഭർത്താവ് വേണം മറ്റേ പണിതുകൊണ്ട് വരാൻ, കുഞ്ഞുങ്ങളെ നോക്കാൻ ഭാര്യ വേണമെന്നൊന്നുമില്ല. രണ്ടുപേരും പണിക്ക് പോകുന്നു, രണ്ടുപേരും തിരിച്ച് വീട്ടിൽ വരുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു. നല്ല ഈക്വൽ ആയിട്ടാണ് പോയത്. പക്ഷെ ഈ ഒരു സൊസൈറ്റിയിൽ, ഈ ഒരു സമുദായത്തിൽ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അവർ സ്ത്രീകളെ ശരിക്കും ഈ രണ്ട് സമുദായങ്ങളിൽ പറയുന്ന നമ്മൾ എപ്പോഴും ആളുകൾ പറയുന്നത് ഈ രണ്ട് സമുദായത്തിലെ സ്ത്രീകൾ ഭയങ്കരമായിട്ട് അടിച്ചമർത്തപ്പെടുകയും അവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മൾ മീൻസ് ഇപ്പോൾ ഇപ്പോൾ ഒരു അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചൂട്ടുകറ്റയുടെ കഥ പറയും. ആസ് എ പേഴ്സൺ, ആസ് എ സ്ത്രീ എനിക്കത് ഉൾക്കൊള്ളാൻ ചില സമയം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. കാരണം ഞാൻ പറഞ്ഞല്ലോ ആ കാലഘട്ടത്തിൽ ആ സ്ത്രീകൾക്ക് വേറെ ഒന്നും പറ്റില്ല. ഇവരതിനകത്ത് ചെയ്യേണ്ടത്, ഇത് പറയേണ്ടി വരുന്ന ഒരു സന്ദർഭം കേട്ടുകഥകളല്ല പറയുക. നമ്മൾ 19ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ സർക്കാർ സാഹിത്യ അക്കാദമിയൊക്കെ പുറത്തിറക്കുന്ന ഈ ഗ്രന്ഥങ്ങളിലെ വസ്തുതയാണ് പറയുന്നത്. അപ്പോൾ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനാ വെച്ചാൽ ആ സ്ത്രീ വിരുദ്ധതയല്ലത്, സ്ത്രീ അനുഭവിച്ച പീഡ. അത് തന്നെയല്ല നമ്മുടെ ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷിയിലൊക്കെ എഴുതുന്നത് അതാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്കൊരിക്കലും ഇനി ആ സമൂഹം പുരുഷന്മാരനുഭവിച്ച് അയാൾക്ക് വേറെ വഴിയില്ല. ഒരു കുടം കള്ളും ഒരു കഥകളിയും കാണാൻ വേണ്ടി ഇയാൾ പോവാണ്, അവിടെ പോയിരിക്കുക. അയാളുടെ നിർവികാരത നമ്മളൊന്ന് ചിന്തിക്കണം. തീർച്ചയായും അത് ഗതികേടാണ്. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളിതല്ല പറയുന്നത്. അങ്ങനെ കൊടുത്ത് നേടിയത് കൊണ്ട് ഇപ്പോഴും കുറേ അവർ നേടിയ കുറേ സാധനങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല. അല്ല, ക്രിറ്റിസിസം എവിടെ വരുന്നറിയോ? ഇത് സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ച ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമായി രൂപപ്പെട്ടു വന്ന സംഭവങ്ങളാണ്. ഇന്ന് ഇതിൻ്റെ വക്താക്കളായിട്ട് ഇവർ തന്നെ വരുമ്പോൾ അതിനകത്ത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു, വിവാദമായി. അതൊന്നുകൂടെ പറയാം. ഒരു കോഴി ഒരു പുസ്തകം വായിക്കുക. ആ പുസ്തകത്തിൻ്റെ പേര് 101 തരം ചിക്കൻ കറികൾ. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ആദ്യം ഇതിനെ കട്ട് ചെയ്യുക, ചിറകരിഞ്ഞ് കളയുക, ഇതിൻ്റെ കഴുത്ത് വെട്ടി കളയുക, അതിൻ്റെ ഇന്നർ പാർട്സൊക്കെ എടുത്ത് കളയുക,
അതിൽ ഇത് സ്പൈസസൊക്കെ പുരട്ടുക. കുറേ വായിച്ചിട്ട് കോഴി പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ അനാശാസ്യങ്ങളെല്ലാം കൂടെ വായിക്കേണ്ടി വന്നല്ലോ, എന്തെല്ലാം വൃത്തികേടുകളാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തെ പറ്റി. ഈ കോഴിയുടെ ബോധമെങ്കിലും ഈ കക്ഷികൾ കാണിക്കണം. ഇവരെടുത്ത് എറിയട്ടെ സനാതനധർമ്മം. ഇത് പറയേണ്ട ബ്രാഹ്മണർ വന്നിട്ട് വക്താക്കളൊക്കെ ആയിട്ട് വരേണ്ടതിന് പകരം അവരുടെ ചവിട്ടും ആട്ടും തുപ്പും കേട്ട ഈ പാവം മനുഷ്യർ ബലിയാടുകളായിട്ട് വന്നിട്ട് ഇതിൻ്റെ വക്താക്കളായി മനുസ്മൃതി ഉയർത്തി പിടിച്ചുകൊണ്ട് വന്നാൽ ഈ കോഴിയുടെ വിവരം ഓർക്കണ്ടോ? ഇതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇവർ നിൻ്റെ വക്താക്കളാകുന്നത് എന്തുകൊണ്ട്? ഈ ചൂട്ടുകറ്റ കത്തിച്ചെറിഞ്ഞ് ഞങ്ങളുടെ അമ്മമാരോട് ഈ വിധത്തിൽ പെരുമാറിയ ഹീനകൃത്യങ്ങൾ ഞങ്ങളുടെ സമൂഹത്തെ ഇതുപോലെ ഇല്ലായ്മ ചെയ്ത, ഇതാണ് മന്നം ചെയ്തതാ. അവിടുന്ന് തലമുറ മാറി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലുള്ള കാര്യം ഇത് നിസ്സാര കാര്യമല്ല. അപ്പൻ്റെ പേര് വെക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പം ഞാനൊരു ക്ഷമിക്കണം, ഈ ശൂദ്ര എന്നൊരു പ്രയോഗം നടത്തുക, അത് 32 മറ്റോ നിവേദനം കൊടുത്ത് മാറ്റിയതാണ്. നിയമമില്ല. ഇവിടെ വിഷ്ണു സൃഷ്ടിച്ച പേര് എനിക്കെങ്ങനെ കളയാൻ പറ്റുന്ന? പാർലമെൻറ്റിന് കളയാൻ പറ്റുമോ? അള്ളാഹ് സൃഷ്ടിച്ച സാധനം മതവിശ്വാസിക്ക് കളയാൻ പറ്റുമോ? പാർലമെൻറ്റ് അവിടെ നിൽക്കട്ടെ. യേശു സൃഷ്ടിച്ചൊരു കാര്യം അൽക്കുടത്തോട്ട് എങ്ങനെ കളയുന്നു? വിഷ്ണു സൃഷ്ടിച്ച ഈ സാധനം ഞാൻ ഉണ്ടാക്കിയല്ല. മനസ്സിലായ എൻ്റെ ഏതുകാരം? അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഈ ആശയത്തോട്ടൊരു ഫൈറ്റില്ല? വിഷ്ണു കാണിച്ച മോശമായി പോയി എന്നതിൽ ഉള്ളിലേലും ചിന്തിക്കാനൊരു സംഗതി വേണ്ടേ? എന്നിട്ടിത് തറവാടിത്തമാണെന്ന് പറയുന്ന ശ്രീജിത്തിനെ പോലുള്ള ആളുകളെ വിമർശിക്കണ്ടേ? അല്ലെ ഈ ശ്രീജിത്തിനെതിരെ ഇവർ പറയണ്ടേ? കുറഞ്ഞ പക്ഷം. കാരണം അടി വരുന്ന അങ്ങോട്ടാണ്. സോഷ്യൽ മീഡിയ ശക്തിപ്പെട്ടപ്പോൾ മറ്റ് സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അവൈലബിളായപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പറയും. തന്നെയല്ല, വളഞ്ഞ വഴിക്ക് വരുന്നു ഇതേ പണി ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ പക്കൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും മലയാളി മെമ്മോറിയലിൻ്റെ കാലം മുതൽ ഘട്ടം ഘട്ടമായിട്ട് ആർജിച്ച് ഈ സാധനങ്ങളെല്ലാം കയറി അട്ട പിടിക്കുന്നവരെ പിടിച്ചിരിപ്പുണ്ട്. ഞാൻ പറയാറുണ്ട്, കരയോഗം ക്യാബിനറ്റിലല്ലേ ഇന്ന് കേരളം ഭരിക്കുന്നത്? അതാണ് സ്ഥിതി. അപ്പോൾ ഇത്തരം അവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയ? രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം ഇവർ കയറി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. വേറെ ആരും അവിടെ ഇല്ലേ? ഞങ്ങൾ ഒരു ദിവസം വൈക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കണക്കെടുത്തു. ആ കണക്കെടുത്തിട്ട് ഈ കമ്മ്യൂണിറ്റി അവിടെ 10% പോലും ഇല്ല. പക്ഷേ ഇലക്ഷൻ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ലോക്കൽ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി എല്ലാം അവിടെ നിന്ന് ഇവരാ. ഇതെന്തുകൊണ്ട്, ഏത് തലത്തിലാണ് ഈ സംവിധാനം ഇങ്ങനെ വരുന്നത്? അത് UDF LDF അല്ല ഇങ്ങനെ. ഇതുവഴിയാണ് ഈ മറിഞ്ഞ് ഇങ്ങനെ വരുന്നറിയാം. പഴയ മെയ്വഴക്കമാണ്. എന്നിട്ട് അത് തറവാടിത്തം എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അംഗീകരിക്കില്ല. അല്ല, അവരോട് വേറെ വിരോധമൊന്നുമില്ല. പിന്നെ അടുത്തൊരു തെറ്റുണ്ട് ഇതിനകത്ത്. നമ്മുടെ സിനിമക്കാരും എല്ലാം ചെയ്തുകൊണ്ട് വന്നത് വഴിയിലൂടെ പണിയെടുത്ത് വെച്ച് വരുന്ന ഒരു മനുഷ്യനെ കാണുന്നു വയലിൽ. അപ്പോൾ ഈ യജമാനം വന്നിട്ട് പറയുന്നു, എടാ ചാന്ന അല്ലെങ്കിൽ സമ്പടിയൽ സംഘ ഒരു പേര് വിളിക്കുന്നു, നീ ഇന്ന് വീട്ടിലോട്ട് വരണം, തേങ്ങ ഇടണം. ഇവൻ ഇങ്ങനെ തമ്പുരാനെ എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ ഈ വീട്ടിൽ ഈ തമ്പ്രാൻ സന്ധിക്കുന്നു. ഇത് നടന്നിട്ടില്ല. ഇതെവിടെ നടന്നത്? കാരണം അസ്പർശ്യത നിമിത്തം അകലം പാലിച്ച് ദലിത് OBC സ്ത്രീകളുമല്ല അവരുടെ കുടിലില്ല, ചാളയെന്നതിന് പറയുന്നത്. അതിന് പൊക്കം വരെ വെച്ചിട്ടുണ്ട്. ഇത്രയും കൂടുതൽ പൊങ്ങാൻ പാടില്ല. ഈ കഥ ആര് സൃഷ്ടിച്ച? ഇങ്ങനെ നടക്കാത്ത സംഭവങ്ങളെ മുഴുവൻ വെച്ചുകൊണ്ട് മറ്റ് കമ്മ്യൂണിറ്റികളെ ആക്ഷേപിച്ച് എഴുത്തുകാരാരാ? അപ്പോൾ ചരിത്രം നേരെ തിരിച്ചാൽ ഈ സംഭവങ്ങളൊക്കെ നടന്നത് എവിടെയാണ്? ഇവരുടെ വീടുകളിൽ നടന്ന സംഭവങ്ങളാണ്. അങ്ങനെ ആർജിച്ച സ്വത്തുകളാണ് ആ കാണുന്നത്. ആ വിട്ടുവീഴ്ചകളോടെ മേടിച്ചെടുത്ത സ്വത്തുകളാണ്. അതിനെതിരെ ഇവരാണ് കലഹിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളെന്താ ഇത്രയും കലഹിക്കുന്ന കാര്യം? സരസ്വതി ഒരു ദേവിയാണ് അല്ലേ? സരസ്വതിയോടുള്ള എൻ്റെ പിണക്കം എന്താണ്? അവർക്ക് കഴിവില്ലാത്ത ഒന്നുമല്ല. എന്തൊക്കെയോ സിദ്ധികൾ കണ്ടേക്കാം ഹിന്ദുക്കൾ പറയുന്ന പോലെ. പക്ഷെ അവരെനിക്ക് വിദ്യാഭ്യാസം തന്നില്ല. വീട്ടില്ലേ, ഈഴവന് പഠിപ്പ് കൊടുത്തില്ല, പിന്നോക്കന് പഠിപ്പ് കൊടുത്തില്ല, ശൂദ്രന് പോലും പഠിപ്പ് കൊടുത്തില്ല. സഞ്ചരിക്കുന്ന പട്ടട എന്നാൽ ശൂദ്രനെ വിളിച്ചേ. സഞ്ചരിക്കുന്ന പട്ടട എന്ന് ശൂദ്രനെ വിളിച്ചിട്ട് പിന്നെയും പോയി സരസ്വതിയെ വണങ്ങണമെന്നുള്ള ആ വല്ലാത്ത വിധേയത്വമില്ലേ? ഇതിനെ ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അത് പറയാതിരിക്കണമെങ്കിൽ അവരിതിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങളിലേക്ക് വരാതിരിക്കുക. അങ്ങനെ വന്നാൽ പറയും. അതിന് കൺക്ലൂഷൻ ആക്കാം ഈ പറഞ്ഞ കാര്യത്തിൽ. മനസ്സിലായോ? മനസ്സിലായി. ഈ കണ്ണഞ്ചിറ ചീരഞ്ചിറ എന്ന് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലായിരുന്നു? കണ്ണനെ കൊന്ന ചിറ അത് കണ്ണഞ്ചിറയായി, ചീരനെ കൊന്നിട അത് ഇപ്പം നമുക്കറിയാം. ഈ കേരളത്തിൽ മറ്റൊരു പാട്ടുണ്ടായിരുന്നു, ഒരു പയ്യൻ അപ്പനെയും പിടിച്ച് കയ്യും പിടിച്ച് പാലോം പാലോം നല്ല നടപ്പാലോം, അപ്പൻ്റെ കയ്യും പിടിച്ചു നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണേൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടേ. അതായത് നമ്മൾ നിരന്തരം കേൾക്കുന്ന പാലത്തിൻ്റെ അടിയിലും തൂണിൻ്റെ അടിയിലും ഇപ്പം എന്തിന് വൈക്കത്ത് ദളവാക്കുളം എന്ന് പറഞ്ഞ കുളം നികത്തി ഇന്ന് സ്റ്റാൻഡ് വെച്ചേക്കുന്നത് എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അപ്പം ഇതൊക്കെയും അതിൻ്റെ ഒരു അടയാളവും തിരുശേഷിപ്പുമായിട്ട് നിൽക്കുന്നത് തന്നെയല്ലേ?
അതിനെപ്പറ്റി ഉള്ളൊരു എൻ്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞു വരുന്നത്. ആ നടന്ന സംഭവമാണ്. ഈ ഹെൻറി ബേക്കർ ജൂനിയർ എന്നൊരാളുണ്ടാകും കോട്ടയത്തെ ബേക്കർ ജംഗ്ഷൻ. നമ്മൾ ബേക്കറിയാണ് ധരിച്ചിരിക്കുന്നത്, ബേക്കറാണ്. പാശ്ചാത്യർ ഈ പേരിൻ്റെ കൂടെ തൊഴിലേറുക, അതറിയോ? ബേക്കർ ബേക്കർ എന്ന് പറയും, FC കുക്ക്, RC ഡ്രൈവർ, പൈലറ്റ്, ഇങ്ങനെ തൊഴിൽ അതിനോട് ചേർത്താണ് പേര് വരുന്നത്. അങ്ങനെ ഹെൻറി ബേക്കർ ജൂനിയർ ഫാദറായിരുന്നു ആദ്യം. അദ്ദേഹം വന്നിട്ട് പള്ളത്ത് ഒരു ഓഫീസിട്ട് പ്രവർത്തിക്കുകയാണ്. മലേറിയ കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ അങ്ങനെ തന്നെ കൂട്ടാം. അവിടെ സ്കൂളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ തിരുനക്കര മൈതാനത്ത് അടിമ വയ്ക്കും, മല്ലപ്പള്ളി ചന്തയിൽ അടിമ വയ്ക്കും, നമ്മുടെ ചങ്ങനാശ്ശേരി ചന്തയിലും അടിമ വയ്ക്കും. അതിൽ അടിമയ്ക്ക് വില കൂടുതൽ കിട്ടുന്നത് ഇവിടെയാണ്, നമ്മുടെ മല്ലപ്പള്ളിയാണ്. ഏറ്റവും അധികം വില കിട്ടുന്നത് 21 രൂപ വരെ കിട്ടും. ഇവിടെ 3 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നടത്തി, ഇന്നത്തെ ദൂരം അല്ലല്ലോ അന്നത്തെ, അവിടെ കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ വിൽപ്പന നടക്കുന്നൊരു കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു ഭാര്യയും ഭർത്താവിനിടെ വിൽക്കുക. 7 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, 1.5 വയസ്സുള്ളൊരു മോളുണ്ട്. അപ്പോൾ ഇവരെ കുഞ്ഞുങ്ങളെ വേണ്ട, ആണ് ഇവരെ പരിപാലിച്ച് ഇവരെ സമയം പോകും. അപ്പോൾ ഇവരെ വില വീശി നല്ല വില കിട്ടിയപ്പോൾ വിൽക്കുക, നാളെ വിൽക്കുക. അപ്പം ഇതൊക്കെ നേരത്തെ ഒരു അറിയിപ്പ് പോലുമല്ല, നാളെ നിൻ്റെ യജമാനം മാറുകയാണ് കേട്ടോ, നീ ഇന്നടുത്തോട്ട് പോവാ, ഇതെല്ലാം പറഞ്ഞ് പിള്ളേരെ അടുത്തുള്ളിൽ ആക്കിക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടികളെ ഇതുപോലെ അടിമകൾ അപ്പുറത്തുണ്ട്. ഇവർ തമ്മിൽ മത്സരപ്പിണക്കവും ഏറ്റുമുട്ടലും മദ്യപിച്ച് കഴിഞ്ഞുള്ള ചീത്തവിളി, ഇവർക്ക് ഇതൊക്കെ ഉണ്ടാകുള്ളൊരു കൾച്ചറാണ്. പക്ഷെ അന്ന് അവരങ്ങ് ഒന്നിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ നന്മയായി പറയുന്നല്ലേ. അന്ന് ഒന്നിച്ചിട്ട് ഇവർ വന്നിട്ട് പറയും, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞങ്ങൾ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ വളർത്തും. ഞങ്ങളൊക്കെ 3 കൊല്ലം ഒരു ചർച്ചിലൊക്കെ ഇരുന്നിട്ട് സ്ഥലം മാറുമ്പോൾ ഭയങ്കര പാടാ സഹിക്കാൻ. ഇത് ആജീവനാന്തം പിരിയുക, ആലോചിച്ച് നോക്കിയേ. അപ്പോൾ 7 വയസ്സുള്ളവനറിയാം കഥ, പക്ഷേ കുഞ്ഞിനറിയത്തില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ നിർവികാരതയോടെ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കും, അപ്പുറത്തെ ഇന്നാരെ അങ്കളെന്നൊന്നും അല്ലല്ലോ പറയുന്നത്, അന്ന് പറയുന്നൊരു പേര് കാണും, അപ്പച്ചനെന്നോ ചാച്ചനെന്നോ അനുസരിച്ചോണം, ഇനി അവരാ ചാച്ചനും അമ്മയും പോവാണ്, ഇതെല്ലാം പറഞ്ഞ് ഇവന് കൊടുക്കുകയാണ്. അന്ന് അവിടെ ഉറക്കമില്ല ആ വീട്ടിൽ. എന്നിട്ട് രാവിലെ ഇവർ ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും. 1.5 വയസ്സുകാരി 5 മണിക്ക് എഴുതി കുളിപ്പിച്ച് ആകുന്ന കരയും. കുളിപ്പിച്ച് ഉണർത്തി അതിന് പാല് കിട്ടുകയാണ്. അതിന് പാല് വേണ്ട, കാരണം ഉറക്കം. അമ്മ പക്ഷേ എന്നെ തട്ടി ഉണർത്തി പാല് കൊടുക്കുക, കാരണം ഇനി ഒരിക്കലും പാല് കൊടുക്കേണ്ടി വരില്ല, അവസാനത്തെ പാല് കൊടുപ്പാണല്ലേ. എന്നിട്ട് പോവാ. ഇത് ഈ വീട്ടുകാർ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറകെ പോയി എന്നാണ് ഈ കാഴ്ച കാണാൻ. അപ്പോൾ ഇവരുടെ കരച്ചിലും വിളിയും മരണവീട് പോലെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, കുഞ്ഞാവെ നോക്കണം, തല്ലരുത്, വഴക്ക് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഇത് കൊച്ചെറുക്കം പോവാണ്. ആ കുഞ്ഞുവാവേക്കാൾ എന്നെ വിഷമിപ്പിച്ച അവനാണ്, ആ കുഞ്ഞാണ്. അപ്പോൾ ആ ചെല്ലുന്ന വഴിക്ക് ഹെൻറി ബേക്കർ ഈ ബഹളം കേട്ട് ഇങ്ങനെ നിൽക്കുക, ഇതെന്താണെന്നറിയില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. ഈ ബേക്കർ ഇവരെ മുഴുവൻ വില കൊടുത്ത് വാങ്ങി ഫ്രീ ആക്കി വിട്ടു, സ്വതന്ത്രരാക്കി വിട്ടു. ഇത്തരം 100 കണക്കിന് അനുഭവങ്ങളാണ് എന്നെപ്പോലുള്ളവരെ ക്രിസ്ത്യാനിറ്റിയോട് ചേർത്ത് നിർത്തണേ ഘടകം. അല്ല ഇവിടെ ഒരുത്തൻ ഏതോ എൻ്റെ മോളെ കിട്ടിയില്ലെന്നോ അപ്പുറം തന്നെ സ്റ്റാറ്റസ് എന്നെ നിലനിർത്തിയില്ലെന്നോ ഉള്ള ഒന്നല്ല. ഇങ്ങനെ എന്നോടൊരു മനുഷ്യത്വം കാണിക്കാൻ ഈ രാജ്യത്തെ ഹിന്ദു ഫിലോസഫിയിൽ എവിടെയും വചനമില്ല. കാരണം ഇന്ന് ഹിന്ദുക്കൾക്ക് മനസാക്ഷിയില്ലെന്നല്ല പറഞ്ഞു വരുന്നത്, അവരെ ടെക്സ്റ്റ് ബുക്കാണ് പ്രശ്നം. അല്ല, ഇവിടെ നല്ല മനുഷ്യരാണ് നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ, അതിനോട് എനിക്ക് യാതൊരു എതിർപ്പും ഒരു മനുഷ്യരോടും ഇല്ല. പക്ഷെ അവർ കൈകാര്യം ചെയ്ത ടെക്സ്റ്റ് ബുക്ക് ഭീകരതയുടെയും ശൂദ്രവിരുദ്ധതയുടെയും ദലിത് വിരുദ്ധതയുടെയാണ്. അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ വയ്യ. അപ്പോൾ അതിനോടും കാരുണ്യം കാണിച്ചതാ. നമുക്ക് അറിയാം, ഈ രാജ്യത്തെ ദലിത് ആദിവാസി പിന്നോക്കരായ സമൂഹത്തിൽ നിന്ന് പല യജമാനന്മാർ വന്നു. ബ്രാഹ്മൺസ് വന്നു, ഈ കേരളത്തിലാണെങ്കിൽ നായർസ് വന്നു, ക്രൈസ്തവർ വന്നു, ഇതിൽ ബ്രിട്ടീഷുകാർ വന്നു. ഇതിൽ ഏറ്റവും നല്ല യജമാനാരായിരുന്നു? മനുഷ്യത്വം കാണിച്ച്. മനുഷ്യത്വം. ആഹാരം കൊടുത്താരാ, വസ്ത്രം കൊടുത്താരാ, ഇംഗ്ലീഷ് ഭാഷ കൊടുത്താരാ, സ്കൂളുണ്ടാക്കി കൊടുത്താരാ. അപ്പോൾ ഞാനെന്തിന് സരസ്വതിയെ റെസ്പെക്റ്റ് ചെയ്യണം? എന്ത് കാരണത്താൽ? ഞാൻ രാഹുൽ ഈശ്വരോട് ചോദിച്ചാണ്, കർ വാപ്പസി വഴി തിരിച്ചു വന്നാൽ നിങ്ങൾ എന്നെ എവിടെ ആക്കുന്നത്? ആരായിട്ടാണ് വിളിക്കുന്നത്? എങ്ങോട്ടാണ് വിളിക്കുന്നത്? അപ്പോൾ ഇത് ഈ പറയുന്ന കുറേ പൊങ്ങച്ചങ്ങൾക്കപ്പുറത്ത് ഇമ്പിരിക്കലായി ജീവിതത്തെ കണ്ടാൽ ഞങ്ങൾക്ക് പറയാൻ ഒത്തിരി കഥകളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഇതേ ആശയമാണ് ആളുകൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. തല്ലും കൊലയും ഒന്നും അല്ലാത്ത വിധത്തിൽ ആളുകളെ സന്ധിക്കുന്നത് ഇങ്ങനെയാണ്. സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നൊരു പഴയ പ്രയോഗമുണ്ട്. സോപ്പ് കൊടുക്കുക ആദ്യം, സൂപ്പ് കൊടുക്കുക, പിന്നെ അവനെ രക്ഷിച്ചെടുക്കുക. അത് സാൽവേഷൻ ആർമിയുടെ സ്ലോഗനാണ്, സോപ്പ് സൂപ്പ് സാൽവേഷൻ. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പാൽപ്പൊടി കൊടുത്തു വെച്ചാൽ ഉണ്ട്. പാൽപ്പൊടി കൊടുക്കേണ്ടി ഒരു സാഹചര്യം എന്താ? 5000 വർഷം പഴക്കമുള്ള
നാഗരികതയാണ് നമ്മുടേതല്ല, ഇത് ഭയങ്കര സംസ്കാരമാണെന്ന് പറയുകയും ചെയ്യും. പാൽപ്പൊടി വന്നു പാൽ ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ പാൽപ്പൊടി തന്നെയാണ് നല്ലത്. ഈ തത്വചിന്തയേക്കാൾ മനുഷ്യന് വേണ്ടത് പാൽപ്പൊടിയായിരുന്നു, അന്നത് കൊടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒത്തിരി ഘടകങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ വർക്കൗട്ടാകുന്നത് എന്ന് പഠിക്കാതെ ചുമ്മാ സംസാരിക്കുകയാണ് ഇവർ. അപ്പോൾ ഇവരുടെ സംഘപരിവാർ വാചാടോപത്തെ, ആ വാചകകസരത്തിനെ നമുക്ക് നേരിട്ടേ പറ്റൂ. അതെല്ലാവരുടെയും ബാധ്യതയാണ്, ഹിന്ദുക്കളുടെ പോലും ബാധ്യതയാണ്. ഞങ്ങളെയൊക്കെ ഇവർ ആ രീതിയിൽ എതിർക്കുന്നതിൻ്റെ കാരണം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിന് പോയിട്ട് ആളുണ്ട്, എതിർക്കാൻ ആളുണ്ട്, പോലീസ് അടക്കം വന്ന് നിൽക്കുക, എന്താ പറയുന്നത് കേൾക്കാൻ, ഇൻ്റലിജൻസ് ഒക്കെ വന്ന് നിൽക്കുക. ഞാനൊരു മാന്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആദ്യം ഇവരെന്നോട് കുറേ കണ്ടീഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ ഭരണഘടനയും പഠിപ്പിക്കും. മനസ്സിലായില്ലേ? ഞങ്ങളിത് 5-8 വർഷം തല്ലിപ്പൊളി ചാപ്പാളും ഒക്കെ അടിച്ച് സെമിനാരി കിടന്ന് പഠിച്ചേ വരുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെ ഹൗ ടു പ്രീച്ച് എന്ന്, ഇഫ് യു ടീച്ച്, ഇഫ് യു ട്രൈങ് ടു ടീച്ച് ഹൗ ടു പ്രീച്ച്, ദെൻ ഐ വിൽ ടീച്ച് യു വാട്ട് ഈസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാനിത് ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്താണെന്ന് ചെയ്യും, പറയേണ്ടി വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ ഭയക്കാൻ കാരണം എന്താ? കുട്ടികളിലേക്ക് വായനാശീലവും പഠനമൊക്കെ വന്നു കഴിയുമ്പോൾ വാഴക്കുല ചങ്ങമ്പുഴ വായിച്ചിട്ട് പറയുന്നത് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാറിറങ്ങുമെന്ന് വെച്ചാൽ ഈ ശൂദ്രർ തന്നെ ഇവർക്കെതിരെ ഞങ്ങളെ എന്തിനു ശൂദ്രരാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് ഈ ദൈവങ്ങൾക്ക് നേരെ ഇവർ കലയിക്കണം, ഈ ബ്രാഹ്മണ്യത്തിനെതിരെ കലയിക്കണം, ഈ തന്ത്രിമാർക്കെതിരെ കലയിക്കണം. ഇതൊക്കെയല്ലേ ചെയ്യണ്ടേ? അത് അത്ര ശബ്ദമുയരണം, ബ്രാഹ്മണ്യത്തെ ചെറുക്കേണ്ടതാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ അടുത്ത 2 സമ്മേളനങ്ങൾ നടന്നില്ലായിരുന്നോ? അതിൽ നിങ്ങൾക്കൊരു മന്ത്രി അല്ലെങ്കിൽ ഒരു ഇത് വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല? ഇത്ര നിങ്ങൾക്ക് ഇത്ര ജനവിഭാഗം MLA-മാർ വേണം, ഇത്ര ജനവിഭാഗമുണ്ട്, ഞങ്ങൾക്കത് വേണം എന്ന് പറയുന്നുണ്ട്. കാരണം ഞാനത് ശ്രദ്ധിക്കാൻ കാരണം ഈ നമ്മുടെ ഈ റീസെൻ്റ് ആയിട്ടുള്ള പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ഈ കൊച്ചിയിൽ തന്നെ പറഞ്ഞു, എന്താ പറയുക, ലാറ്റിൻ കമ്മ്യൂണിറ്റിയിലാണ്, അതായത് അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്, അവർക്കിടെ ആളുകളാണ് ഇവിടെ ജയിച്ച് വന്നേക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ വേണമെന്നും പറഞ്ഞിട്ട് ഒരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇപ്പം ജാതീയത അല്ലെങ്കിൽ ജാതി പറയുകയും അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര പേരുണ്ട്, ഞങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വേണം, അതായത് നമ്മൾ ഈ പറഞ്ഞ സംവരണം അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ തഴയപ്പെട്ടു. അപ്പം കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ നമ്മളെ ഭരിക്കുന്ന ഇന്നത്തെ മന്ത്രിസഭയിൽ പോലും പ്രാതിനിധ്യമില്ലാതിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇപ്പൊ പറയുകയാണ്, ഇല്ല ഞങ്ങൾക്ക് ഇത്ര ആളുകളുണ്ട്, ഞങ്ങൾക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതുവരെ ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾക്ക് നിശ്ചിതമായിട്ടിരുന്നൊരു സമയത്ത് ഈ MLA വരെ ചോദിക്കാനുള്ള ഒരിത്, അത് ഈ പറഞ്ഞ മാറ്റങ്ങളുടെ തുടക്കമാണോ? ഞങ്ങൾക്ക് ആ രീതിയിൽ ചോദിച്ചാൽ ഞാനൊരു കോളമിസ്റ്റായിട്ടാണ് പ്രവർത്തിച്ചു തുടങ്ങി ഈ ഫീൽഡിൽ. റീഡേഴ്സ് പബ്ലിക്കേഷൻസ് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ബുക്കുകളുടെ എഡിറ്ററായിരുന്നു ഞാൻ. പിന്നെ കുറേ മാധ്യമപ്രവർത്തനം അല്ലാതെ സെക്കുലറായിട്ട് നടത്തിയിട്ടുണ്ട്, മതേതര ലോകത്തിന് പുറത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞാനൊരു കോളം രാഷ്ട്രീയ ലേഖനം എഴുതുമായിരുന്നു ഒരു പത്രത്തിൽ. ഇത് ഒത്തിരി വിമർശിക്കപ്പെട്ടു വന്നു. ഒന്നത് ഞാനൊരു LDFO UDF BJP അല്ലാത്തൊരു രാഷ്ട്രീയമുണ്ട് എനിക്ക്. SUC പണ്ട് അതൊരു അന്നത്തെ ഒരു എൻ്റർടൈൻമെൻറ്റിനപ്പുറത്തേക്കൊന്നും ഇല്ല. ഇപ്പം അതിലില്ല. ഇല്ലില്ല, ഞാൻ വോട്ട് ചെയ്യാറില്ല പാർലമെൻറ്റിലേക്കൊന്നും. പഞ്ചായത്തിൽ ചെയ്യും, അത് കൂട്ടുകാർ കാണും, മറ്റേ വോട്ട് ചെയ്യാറില്ല. നമ്മുടെ മനസാക്ഷി കിണങ്ങുന്ന ഒരാൾ വരുന്നില്ല. കാരണം അതുകൂടെ പറയാം, കോൺഗ്രസ് എടുത്താലും ഇടതുപക്ഷം എടുത്താലും BJP എടുത്താലും അടിസ്ഥാനപരമായിട്ട് അത് സംഘപരിവാര രാഷ്ട്രീയമാണ്. അതിന് കൂടുതൽ കുറവുണ്ടെന്നേ ഉള്ളൂ. ഹിന്ദുത്വം, തീവ്ര ഹിന്ദുത്വം, ചിലടത്ത് വിസിബിലിറ്റി ഇല്ല. ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്, മാറ്റമില്ല. ബാലകൃഷ്ണ പിള്ളയ്ക്ക് ഇസഡ് കാറ്റഗറിയും പിന്നെ വലിയ പരിഗണനയും കൊടുത്ത് മുന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ്റെ ആളാക്കുന്നു. ഇപ്പുറത്ത് പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷനിൽ ഇരിക്കുന്ന പുള്ളിക്കൊരു AC വണ്ടി പോലും ഇല്ല, അയാൾ ഉടുപ്പ് ഊരിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് വിയർത്തിട്ട്. അപ്പുറത്ത് SCയുടെ കോർപ്പറേഷൻ ഉണ്ട്. ഇതെല്ലാം ഇനിയും ഇവിടെ കൊടുക്കുന്ന ഫണ്ട് നോക്കണം. 32 കോടിയൊക്കെ പുറത്ത് കൊടുക്കുമ്പോൾ 8 കോടി ഇപ്പുറത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റ് വിവേചനം ഈ സർക്കാരുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവരെയാണ് ഈ പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നാധിഷ്ഠിത പിന്തുണ പിന്നെ വേണ്ടേ, പ്രശ്നാധിഷ്ഠിത പിന്തുണ. ഇതൊക്കെയാണ് എൻ്റെ ഒരു വീക്ഷണഗതി. ഇനി ഞങ്ങളുടെ സമൂഹം ചോദിക്കുന്ന ഒരു കാര്യം, MLA വേണം, MP വേണം എന്നൊക്കെ ഒരു ബോധതലത്തിലേക്ക് ഈ എന്താ പറയുക, ഈ അവഗണന ബോധ്യപ്പെട്ടു തുടങ്ങി എന്നുള്ള ലീഡേഴ്സിന് നല്ലത്. രാഷ്ട്രീയമില്ലാതെ ഒരു സമൂഹം നിലനിൽക്കത്തില്ല. രാഷ്ട്രീയമില്ലാതെ അങ്ങനെ ഒരു സമൂഹം നിലനിൽക്കുന്ന ഒരിക്കലും കഴിയില്ല. രാഷ്ട്രീയവും ഭരണവും ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇവിടെ പ്രധാനമന്ത്രി ഇല്ല, മുഖ്യമന്ത്രി ഇല്ല, മുനിസിപ്പൽ ചെയർമാനും ഇല്ലെങ്കിൽ നാട് ഭരിക്കുന്ന ഗുണ്ടകളായിരിക്കും. ശരണിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല, ഗുണ്ടാ ഭരണമായിരിക്കും പിന്നെ നടക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്സ് എസൻഷ്യലാണ്. ആ ബോധത്തിലേക്ക് വന്നത് നല്ലത്. പക്ഷേ അതിനകത്ത് എനിക്കിത്ര വേണമെന്നൊരു വാദത്തെക്കാൾ എൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നുള്ള ഒരു ശബ്ദം അവിടെ ഉണ്ടാകണം. ഇതാണ് കുറേ കൂടെ പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ്, അല്ലേ? ദെൻ അടുത്തത്, ഇനി കണക്ക് പരിശോധിച്ചാൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഞങ്ങളാണെന്നുള്ള അറിയോ? പാലക്കാട് ജില്ല ഏറ്റവും, ഞങ്ങൾ കണക്കെടുത്ത് കഴിഞ്ഞ ദിവസം. എന്നിട്ട് വെറുതെ വിളിച്ചു കൂട്ടിയിട്ട് 5000 പേര് വന്നു.
മുൻകൂട്ടി പറയാതെ. ഈ കോട്ടമൈതാനത്ത് ഞാനായിരുന്നു പ്രീച്ചർ. 5000 പേര് വെറുതെ പെട്ടെന്ന് വിളിച്ചപ്പോൾ വന്നു. മനസ്സിലായിക്കോളും. അപ്പോൾ ഇത് അടുത്ത് ഞങ്ങളുടെ സമ്മേളനങ്ങൾ ശ്രദ്ധിക്കുക. ഇവർ പൈസ മുടക്കി ഒരു സമ്മേളനം വെക്കുന്നതിനേക്കാൾ അധികം ആളുകൾ സ്വന്തം കാശ് മുടക്കി വന്നാൽ ഞങ്ങളുടെ മീറ്റിങ്ങുകൾ കൂടുന്നത്. അവർ കാശ് മുടക്കി നേരത്തെ വന്നിരുന്ന് ഈ പാട്ടും കേട്ട് 9:30 മണിക്ക് തീരും. ഞങ്ങൾ വളരെ ശക്തി തന്നെയാണ്, നിർണായക ശക്തിയാണ്, ഫാസ്റ്റ് ഗ്രോയിങ് കമ്മ്യൂണിറ്റിയാണ്. അടുത്തത് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഇല്ല, അവിടെ പഠിക്കണം. ഇതിൽ സവർണ ക്രൈസ്തവരുണ്ട്, ലാറ്റിൻ കാത്തലിക്സ് ഉണ്ട്, മുമ്പേ പറഞ്ഞാൽ വൻതോതിൽ ഈഴവരുണ്ട്, ദലിതർ വൻതോതിലുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ബ്രാഹ്മൺസ് ഉണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന യേശു പഠിപ്പിച്ച പോലെ സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യവും കടക്കുന്ന വല എന്ന് പറയുന്നുണ്ട്. ഇതിനെ അന്വർത്ഥമാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ശല്യമില്ലാത്തൊരു കമ്മ്യൂണിറ്റി. ഞങ്ങൾ നഗരം സ്തംഭിപ്പിച്ചൊരു പ്രകടനം കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ എവിടെയെങ്കിലും സെക്രട്ടേറിയറ്റ് വളഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഫോൺ വെച്ച് പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ടോ? 9:30-ക്കുള്ളിൽ ക്ലോസ്. 9:00 എന്ന് പറയുമ്പോഴേ ആൾക്ക് ക്ലോസ് ചെയ്യാറായി എന്നൊരു ഫീലിംഗാണ്. 10 വരെ പോവാം, 9 മണിക്കത് തീരും. അവിടെ പോലീസ് നിൽക്കുന്നില്ല, ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. അവിടെ തിക്കിലും തിരക്കിലും മരിക്കുന്നില്ല. 100 വർഷത്തെ കൺവെൻഷൻ്റെ ചരിത്രത്തിൽ തീപിടുത്തമില്ല. ഫയർ ആൻഡ് സേഫ്റ്റി വരണ്ട. അവിടെ ക്രമസമാധാന പ്രശ്നമില്ല. ചിന്തിക്കട തമ്മിൽ അടി വെച്ച ചരിത്രമില്ല. കിലുക്കിക്കുത്തില്ല, അടിയില്ല. ഞങ്ങളുടെ സൗന്ദര്യമല്ലേ ഇതൊക്കെ? മറ്റുള്ളവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഘടകങ്ങളല്ലേ ഇതൊക്കെ? അപ്പോൾ ഇതൊന്നും ഗ്രഹിക്കാതെ ഞങ്ങളെപ്പറ്റി പറയുന്നത് എന്താ? പറഞ്ഞു വരുമ്പോൾ അവിടെ പ്രസംഗിക്കുന്നു, മതം മാറ്റാൻ ചെല്ലുന്നു. ഇത് ഞങ്ങളെ പഠിച്ചൊരാളുണ്ട് ശരിക്കും, ശ്രീധരൻപിള്ളയാണ്, BJPയുടെ ശരിക്കും പഠിച്ചൊരാൾ. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അവരുടെ വീട്ടിൽ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളവരുണ്ട്. ഇതെല്ലാം രസമുണ്ട്. ഇതിൽ പല ആളുകളും രഹസ്യത്തിൽ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്നവരാണ്. പരസ്യമായിട്ട് എതിർക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുന്നവരാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ പറഞ്ഞു, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ പറഞ്ഞു എന്നോട് 3 സംഘപരിവാർ അജണ്ടയുണ്ട്. പക്ഷെ ചില സമയം എനിക്ക് തോന്നിയിട്ടുണ്ട് LDFനോട് ഒരു കരുണയും ഇല്ലാതെ വിമർശിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സംഘപരിവാറിനെ വിമർശിക്കുന്നതിനൊപ്പം തന്നെ LDFൻ്റെ നയങ്ങളെയും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെയും വിമർശിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അത് ഒരു പരിധി വരെ ഈ അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമല്ല. ഇത് UDFനോടൊരു മനസ്സൊന്നും ഉള്ളതായിട്ടല്ല. തമാശയല്ല. UDFനെയൊക്കെ എന്നെപ്പോലുള്ള ആളുകൾ കാണുന്നൊരു തമാശ പോലെയാണ്. അതൊരു സംഘടന, ഒരു സംവിധാനമല്ല. അവരും ശരിക്കും ദ്രോഹിച്ചിട്ടുണ്ട് ദലിതരെ. 50-ലെ പ്രസിഡൻഷ്യൽ ആക്ട് ഭേദഗതി വരുത്തിയത് UDF ആണ്. ഈ ഇവരുടെ കയ്യിൽ ഒരിക്കൽ കിട്ടിയതാണ്. ഇന്ത്യയുടെ ഭരണം CPM എല്ലാം കൂടെ കൂടിയൊരു മൻമോഹൻ സിംഗ് ഭരിച്ചല്ലേ 10 കൊല്ലം. ഇവരെന്താ ദലിതരും അതിസാധാരണക്കാരും പിന്നോക്കർക്ക് വേണ്ടി എന്ത് ചെയ്തേ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള നിലയിലല്ല സംസാരിക്കുന്നത്. LDFനോടുള്ള പ്രശ്നം ഒന്ന്, ഇതിൻ്റെ വോട്ട് ബാങ്ക് എന്താണ്? 2 കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ വോട്ട് ബാങ്ക്. ഒന്ന് ഈഴവാസാണ്, 2 ദലിതരാണ്, അല്ലേ? UDFൻ്റെ ആണെങ്കിൽ ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ്. പിന്നെ നായർ കമ്മ്യൂണിറ്റി സ്പ്ലിറ്റാണ്. അവർ ചെറിയ കമ്മ്യൂണിറ്റിയാണ്, 12% ഉള്ളൂ. ഇവർ രണ്ടിടത്തായിട്ട് അതിൽ സമ്പന്ന നായർ നിൽക്കുന്നത് UDFൻ്റെ കൂടെ, അല്പം ദരിദ്രരായ ആളുകൾ നിൽക്കുന്നത്, ദരിദ്രെന്ന് പറയേണ്ട തൊട്ട് താഴെയുള്ള മനുഷ്യർ നിൽക്കുന്നത് ഈ LDFലും ഒക്കെ ആയിട്ടാണ്. എന്നാൽ മൊത്തത്തിലെടുത്താൽ ഇവരുടെ വോട്ട് NSS പിന്തുണച്ചോ അവർ LDFന് ഈ വോട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ ഈ വോട്ട് ചെയ്ത് ഈ സമൂഹത്തെ ജയിപ്പിക്കുന്ന മുഴുവൻ ഈഴവരും ദലിതരുമാണ്. ഒപ്പം തന്നെ ഈ രക്തസാക്ഷികളായവരും മരിച്ചവരും ഒക്കെ തന്നെ അവിടെ നിന്നാണ്. അപ്പോൾ ഇവർ മറുവശം ഇവർ ക്ഷേമത്തിൽ പരിഗണിക്കുകയും ചെയ്യും, നല്ല നിലയിൽ. ക്ഷേമം അല്ലെ വെൽഫെയർ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് കൊടുത്തിട്ടുള്ളതും അവർ തന്നെയാണ്, വെൽഫെയർ. അപ്പോൾ വെൽഫെയർ അല്ല ഇവരുടെ ആവശ്യം, റൈറ്റാണ്, അവകാശം. ആ അവകാശത്തെ പരിഗണിക്കുന്നതിൽ LDF വളരെ പുറയിലാണ്, അത് പറയാം. അപ്പോൾ ഇവരെല്ലാം ആശ്വാസം പറഞ്ഞതിലെ കാര്യമാണ് പറഞ്ഞത്. 2 LDFൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഈ പെരിഫറലാണ്. ഒരു എക്സാമ്പിൾ പറയാം. എത്രമാത്രം ഒരു ത്യാഗം സഹിച്ചു എന്നുള്ളത്. പൊക്കൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. പൊക്കൻ ഒരു ദലിതനാണ്. EMS പോയി ഒളിവിൽ താമസിച്ചത് പൊക്കൻ്റെ വീട്ടിലാണ്. അപ്പോൾ പൊക്കൻ EMSനെ കൊണ്ട് വീടിനകത്ത് പാർപ്പിച്ചിട്ട് മണ്ടേ ചാക്കല്ലായിട്ട് ഇങ്ങനെ മൂടി കുടിലാണ്. അവിടേക്ക് കപ്പ വേവിച്ചതും EMSന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള മത്സ്യക്കറിയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. EMS കഴിക്കേണ്ടി വന്നു. അവിടെ കിടക്കുകയാണ്. അപ്പോൾ പൊക്കൻ ടൗണിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ കേൾക്കുകയാണ്, ഏലംകുളം മലയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്നറിയപ്പെടുന്ന ചട്ടമ്പിയെ ജീവനോടെയോ അല്ലാതെയോ ഹാജരാക്കുന്നവർക്ക്, അന്നത്തെ വിളംബരത്തിൻ്റെ ഭാഷ, 5 കുതിരപ്പവൻ, അങ്ങനെ കണ്ട 5 കുതിരപ്പവൻ കൊടുക്കുക സമ്മാനം. ഈ 5 കുതിരപ്പവൻ എന്ന് കേട്ടപ്പോൾ പൊക്കൻ്റെ കണ്ണ് മഞ്ഞളിച്ചില്ല, ഒറ്റിക്കൊടുത്തേക്കാന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ വന്നിട്ട് പറഞ്ഞു, തിരുമേനി എന്നാണ് വിളിക്കുന്നത്.
അന്നേരം പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞാൻ കേട്ടു. അപ്പോൾ EMS ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പൊക്കൻ സഖാവ് എന്നെ പറഞ്ഞാൽ കാശ് കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ പുള്ളി വേദനയോട് പറയുകയാണ് അതിലും വലിയ രത്നമല്ലേ ഇതിനകത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ആത്മാർത്ഥമുള്ള മനുഷ്യരുടെ പിൽക്കാല ചരിത്രത്തോട് CPM എന്ത് നീതിയാണ് പുലർത്തിയേ? അവരിൽ നിന്ന് സംവരണ മണ്ഡലത്തിൻ്റെ തത്വം അനുസരിച്ച് മാത്രം ജയിക്കുന്ന കുറേ പേരെ ഉൽപ്പാദിപ്പിച്ചു. ഇനി പൊതുമണ്ഡലം കൊടുത്തിട്ടുണ്ട്. VR ശിവരാജൻ കൊടുത്തു, CKP പത്മനാഭന് കൊടുത്തു, തളിപ്പറമ്പ്, മറ്റേ കോന്നിയ. അവിടെ അദ്ദേഹം തോറ്റു, CKP ജയിച്ചു. ഈ CKPയുടെ പേരിൽ 1 ലക്ഷം രൂപയുടെ എങ്ങോട്ട് ഒരു ആരോപണം കൊണ്ടുവന്നു, അദ്ദേഹത്തെ അടിച്ചൊതുക്കി. ഇവിടെ ഈ ചാക്ക് രാധാകൃഷ്ണൻ്റെ ഇന്നില്ല കോടികൾ വാങ്ങിച്ച കക്ഷികൾ കിടക്കുക അവിടെ. ഇളംകുളം ബാങ്കിൻ്റെ പേരിൽ അഴിമതി നടത്തിയ ആളുകൾ കിടക്കുക അവിടെ. ഇവർക്കൊക്കെ പേരിലൊരു മയിൽപ്പീലി തല്ല് ഇത്തരം ആളുകളെ തെരഞ്ഞു പിടിച്ച് സമൂഹത്തിൽ എന്നേക്ക് ഉന്മൂലനം ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം. അപ്പോൾ ലോക്കൽ കമ്മിറ്റി പോലെ ഇങ്ങോട്ട് എടുത്താൽ ഇവർ ഒരു തസ്തിക പോലെ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഈ പണി ചെയ്യിക്കുക. പക്ഷേ ഇപ്പോൾ CPMന് വിറച്ചു തുടങ്ങി, മുട്ട് വിറച്ചു തുടങ്ങി. CPI അതിലും വലുത്. നിങ്ങൾ CPIയെ കുറിച്ചുകൂടെ പറയണം. എന്നോട് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും അഴിമതി പാർട്ടി, ഒരാവശ്യമില്ലാത്ത പാർട്ടി CPI, CPM അല്ല. CPI ഒരാദർശവും ഇല്ലാത്ത പാർട്ടിയാണ്. 4 പതിറ്റാണ്ടായിട്ട് PK രാഘവന് ശേഷം അവിടെ നിന്നൊരു ദലിത് നേതാവ് ഉയർന്നു വന്നിട്ടില്ല. നേതാവ് മീൻസ് ശ്രദ്ധേയനായിട്ട് കുറേ അവരുള്ള ചിറ്റയം ഗോപകുമാറിനെ പോലുള്ള കുറേ ആളുകളാണ്, അല്ലെ ആശയപ്പുള്ള ആളുകളാണ്. ഈ ആശയം ഇവരെ മന്ത്രിയാക്കാൻ വയ്യ, ഇന്നലെ വന്നവരെ ആക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? പിന്നെ അവർ ഭരിച്ച വകുപ്പുള്ള ഏറ്റവും മോശമായിട്ട് കേരളത്തിൽ ഇരിക്കുന്ന റവന്യൂ. അവരുടെ കയ്യിലിരിക്കുന്ന മാണിയുടെയും ഇവരുടെയും കയ്യിലിരിക്കുന്ന വകുപ്പാണ് കാലാകാലങ്ങളായിട്ട് റവന്യൂ. അതിൽ രസകരമായൊരു കാര്യമുണ്ട്. പണ്ട് നമ്മുടെ ശരണിയുടെയൊക്കെ ആധാരം പരിശോധിച്ച് അതിൽ ഒരു പദം കാണാം, പണ്ടാരപ്പാട്ടവക സ്ഥലം. വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ ഈ പദം? പണ്ടാരപ്പാട്ടം. അന്ന് കേരളത്തിൽ 3 തരം ഭൂമിയാണ്. ഒന്ന് ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരം. ദേവസ്വം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം വക, ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ക്ഷേത്ര പൂജ ചെയ്യുന്നവരുടെ. 2 വരത്തിൻ്റെ ഇലേ വരുള്ളൂ. കാരണം ദേവനിപ്പോൾ ഇത് കിട്ടിയിട്ട് എന്തോ കാണിക്കാൻ, തന്ത്രിക്ക് തന്നെ അത് പോകത്തുള്ളൂ. ഈ എൻ്റെ വീട്ടിലെ വലിയ കൊച്ച്, ചെറിയ കൊച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക പറയാം, അതെല്ലാം എരിവ് അതിങ്ങിയതാ ചേച്ചി തിന്നോളാവുന്നു. എരിവുള്ള ഭക്ഷണമേ കുഞ്ഞു തിന്ന് എന്ന് പറഞ്ഞ പോലെ ദേവൻ്റെയൊക്കെ ആരാ കൊണ്ടുവന്നേ? പിടികിട്ടിയോ? ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ദേവസ്വം, ബ്രഹ്മസ്വം, പിന്നെ പണ്ടാരം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ സ്ഥലമുണ്ട്. നമ്മൾ രാജപാത എന്നൊക്കെ പറയില്ലേ, കുറേ സ്ഥലങ്ങളുമുണ്ട്. ഇതെല്ലാം കൂടെ മനുഷ്യർക്ക് 1864 പട്ടയം പതിച്ച് കൊടുക്കുന്നുണ്ട്. പണ്ടാരവക സ്ഥലം കൃഷി ചെയ്യാൻ കൊടുത്തു, പിന്നെ അത് പട്ടയം കിട്ടി. ഈ ഭൂമിയാണ് 1864 ആ ഭൂമിയാണ് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് അതിൻ്റെ വീതത്തിലാണ് നമ്മൾ ഈ താമസിക്കുന്ന ഈ പണ്ടാരപ്പാട്ടം. ഈ 2026 ഞാൻ ജനിച്ചു വളർന്ന കോളനിയിൽ ഞാൻ ചെറുതിലായിരിക്കുമ്പോൾ 60ഓളം വീടുകളായിരുന്നു. അവിടെ ഒറ്റൊരാൾക്ക് പോലും പട്ടയമില്ല, ഒരു മനുഷ്യന് പോലും പട്ടയമില്ല. അതിൻ്റെ കാരണം അറിയോ? അവരിന്നും ആവശ്യപ്പെടുന്ന, ഈയിടെ അവർ ആവശ്യപ്പെട്ടിട്ട് അവർക്ക് കൊടുത്തിട്ടില്ല. ഈ 26-ലാണെന്ന് ആലോചിച്ചു. എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. പറയണം എന്താ അറിയില്ലേ? അല്ല അതിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഞാൻ ആധാരം കണ്ടിട്ടില്ല. പിന്നെ കണ്ടുവെക്കുന്ന എൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് മേടിച്ച സ്ഥലത്തിൽ നമ്മൾ കുഞ്ഞിതിലായിരുന്നു. അത് ഇതുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഈ പറഞ്ഞ സാധനം ഞാൻ വേറെടുത്ത് വായിച്ചിട്ടുണ്ട്. എനിക്ക് ആധാരം കണ്ടോന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമം വന്നൊരു കാര്യമാണ്. അതുപോലും എൻ്റെ ജനറേഷനിൽ ഈ 36 വയസ്സുള്ള എൻ്റെ കൂടെ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിലുള്ളവരോട് ചോദിച്ചാൽ അവർ കണ്ടിട്ടില്ല. ആധാരം എന്താണെന്ന് അവർക്ക് ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിക്കേണ്ടി വരും. അപ്പം അതിലിപ്പോഴും കിടക്കുന്ന പണ്ടാരപ്പാട്ടമെന്നാണ്. വർഷം ഇത്രയായിട്ട് ആ പദം ഒന്ന് മാറ്റണമെന്ന് പോലും IASകാർക്ക് തോന്നിയില്ല. പണ്ടാരം എന്നുള്ളൊരു പദം ഒന്ന് മാറ്റാം. ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ലല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ. അപ്പോൾ അടുത്തത് അതൊരു നിസ്സാരം, ഞാനൊരു തമാശ പോലെ പറഞ്ഞാൽ, ഇവർ ഇത്ര വർഷമായി ഇവർ പറയുന്നതെല്ലാം ഭൂപരിഷ്കരണം ഞങ്ങൾ നടപ്പിലാക്കി. ഇതാണ് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതിയെ, കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതി, ദലിതൻ്റെ ജീവിതത്തിൻ്റെ നട്ടലൊടിച്ച സാധനമാണ് ഈ ഭൂപരിഷ്കരണം. ഇതൊന്നും ചർച്ചയ്ക്ക് പോലും എടുക്കില്ല. ഭൂമിയുടെ രാഷ്ട്രീയം ചർച്ച അതിനകത്ത് CPMും CPIയും മൗനമാണ്. ഇവരോട് പാലസ്തീനിലെ അധിനിവേശത്തെപ്പറ്റി കരയും, അട്ടപ്പാടിയിലെ ആദിവാസിയുടെ ഭൂമിയെപ്പറ്റി പറയുമ്പോൾ മിണ്ടത്തില്ല. 5 ലക്ഷം ഏക്കറോളം ഭൂമി ഇത് തരാൻ പാകത്തിന് കിടപ്പുണ്ട് ഇവിടെ. അത് കൊടുക്കില്ല. അത് കൊടുക്കാതെ ഫ്ലാറ്റ് കെട്ടി മുകളിലോട്ട് വിടാമെന്നാണ് പറയുന്നത്. മുകളിലോട്ട് വിടുക. ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ 1500 ഏക്കറാണ് ക്രൈസ്തവ സഭയ്ക്ക് പഠിച്ചു കൊടുത്താൽ പുള്ളി ലാസ്റ്റ് ഇറങ്ങുന്നത്. ഇത് ഇത്ര ഭൂമി ഇത്തരത്തിലെ ആളുകൾ കയ്യാളി വെക്കുമ്പോൾ അതിന് വേണ്ട പിന്തുണ കൊടുക്കുമ്പോൾ 1 സെൻറ്റും 2 സെൻറ്റും ഇല്ലാത്ത മനുഷ്യർ കിടക്കുക ഇവിടെ. എന്ത് പരിഷ്കരണം ഇവർ വരുത്തിയത്? അപ്പോൾ പറഞ്ഞ ലൈഫിൻ്റെ വീടുണ്ട്, ഇത് ക്ഷേമമാണ്.
ഭൂമി അവകാശം കൃഷി ചെയ്യാൻ, അത് ഈ കൃഷി ചെയ്യാൻ ഇവർക്ക് കഴിയും, ഈ വാങ്ങിയ കക്ഷികൾക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? കൃഷി ചെയ്യാൻ കഴിയാത്തവൻ്റെ പക്കൽ ഭൂമി പതിച്ചിട്ട് ഇന്ന് അവൻ പണിക്കാരെ തിരക്കി നടക്കുക. പരിധിതലായിട്ട് എന്ത് പറ്റി? കൃഷി ചെയ്ത് അതുകൊണ്ടൊരു സമൂഹത്തെ പുലർത്താൻ പാകത്തിനുള്ളൊരു കൃഷി വിട്ടു. പരമ്പരാഗത കൃഷി ചെയ്തവൻ, കർഷകൻ എന്ന് പറഞ്ഞാൽ കൃഷിയായിട്ടൊരു ബന്ധമില്ലാത്ത അതിനെ മാനേജ് ചെയ്തവനെ നമ്മൾ കർഷകനെന്ന് വിളിച്ചേ. മറ്റവൻ കർഷക തൊഴിലാളിയാണ്, അവൻ്റെ കയ്യിൽ ഭൂമിയില്ല. അപ്പം മക്കളെന്ത് ചെയ്തു? പഠിക്കണമെന്ന് തോന്നി, പഠിപ്പും എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് അവരിവിടെ നിൽക്കുന്നില്ല. അല്ല, ദലിതർ തീരെ പുറയില്ലാന്ന അഭിപ്രായം എനിക്കില്ല. ആ കുട്ടികൾക്ക് ഈ തന്ത്രം മനസ്സിലായി. CPM-ൻ്റെ CPI-യുടെ ഒക്കെ തന്ത്രം പിടികിട്ടി. അവർ പഴയ പോലെ പോസ്റ്റ് ഒട്ടിക്കുന്ന ആ നിലയിലേക്ക് ഒതുങ്ങുന്നില്ല. ഞാനൊരിടത്തൊരു ഇതൂടെ പറഞ്ഞു, ഇത്തരം രാഷ്ട്രീയ കക്ഷികളോട് സ്വാഭാവികമായിട്ട് നമുക്ക് പലതും ചോദിച്ചു, പല ഘട്ടം പറഞ്ഞു. ഇവർക്ക് ബോധ്യമുണ്ടല്ലോ ഇവരുടെയും ഇത്രയും നാളുള്ള അവരുടെ ഈ ഭരണ സംവിധാനത്തിൽ ഇവർക്ക് കൃത്യം അറിയാമല്ലോ. 10 മിനിസ്റ്റേഴ്സിനെയും ഒരു ചീഫ് വിപ്പിനെയും ഒറ്റ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൊടുത്തിരിക്കുക. ചീഫ് വിപ്പ് ഞങ്ങളുടെ MLA കൂടിയാണ്. അപ്പോൾ ഈ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞ ആളിൻ്റെ പണി എന്തുവാ? ഈ അവിശ്വാസ പ്രമേയം വരാനിടയുണ്ടെങ്കിൽ ഈ മുന്നണി അങ്ങനെ വോട്ട് ചെയ്യണമെന്നൊരു വിപ്പ് കൊടുക്കുക അല്ലേ? പക്ഷേ ആ വിപ്പിന് വിലയില്ല. കാരണം പാർട്ടി വിപ്പിനാണ് വില. CPM-ന് വിപ്പ് കാണും, കോൺഗ്രസ്സിന് വിപ്പ് കാണും. അത് ലംഘിക്കരുതെന്നുള്ളൂ. ഇയാളുടെ വിപ്പെടുത്ത് അങ്ങോട്ട് കളഞ്ഞാൽ ഒന്നുമില്ല, അത് മേടിക്കണമെന്ന് പോലും ഇല്ല. ഈ മനുഷ്യൻ്റെ ഓഫീസിലോട്ട് 10-25 സ്റ്റാഫ് ലക്ഷക്കണക്കിന് രൂപ തിന്നു തീർക്കുകയാണ്. ഇത് അപ്പോൾ പറയും പണ്ടും ഇല്ലേ? എനിക്ക് പണ്ടുള്ളത് അറിയണ്ട, കാരണം ഇത് തിരുത്തൽ ശക്തിയാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത്. നിങ്ങളെന്താണ് എന്നെ പെന്തക്കോസ്തുകാരെന്നുള്ളതിൽ വിമർശിച്ചെന്താ? ഞങ്ങൾ തിരുത്തൽ ശക്തിയാണെന്ന് അവകാശപ്പെടുന്നവരാ. വാക്ക് അതൊന്നും ശരിയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യം. ഇതൊക്കെ സത്യമാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ പാലിക്കേണ്ട കുറേ മര്യാദകളില്ലേ, അത് കാണ്ടില്ല എന്ത് ചെയ്യും? നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യും. ഇത് തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ഇത് വോട്ടിൽ പ്രതിഫലിക്കുമ്പോഴേ CPM പഠിക്കുള്ളൂ, പാഠം പഠിക്കുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു ചലനമായിരിക്കണം പഞ്ചായത്ത് ഇലക്ഷനിൽ സംഭവിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്തിടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ സണ്ണി സാറുമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പം അത് തന്നെ ഒരു വലിയ എന്താ പറയുക, സണ്ണി സാറ് വൈക്കത്ത് മത്സരിക്കുന്നു എന്നുള്ളത് ഒരു മീഡിയ വണ്ണാണ് ബ്രേക്കിംഗ് കൊടുത്തത്. അതുപോലും അസഹിഷ്ണുതയോടെ കാണുകയും അതിനെതിരെയും രംഗത്ത് വന്നത് കൂടുതലും CPM പ്രൊഫൈലുകളായിരുന്നു. ആദ്യം പറയും, ഈ സണ്ണി കപ്പിക്കാട് ഈ മീഡിയ വണ്ണ് വഴി പെട്ടെന്ന് എമേർജ് ചെയ്യപ്പെട്ട ഒരാളല്ല. അതിന് വലിയ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ സോഷ്യലി എക്കണോമിക്കലി ഡിപ്രസ്ഡ് നാഷണാലിറ്റി എന്ന് പേരുള്ളൊരു സംഘടന പണ്ട് രൂപപ്പെട്ടു, CDN. ഈ CDN-ൻ്റെ പ്രവർത്തകരെല്ലാം നല്ല സ്കോളേഴ്സായിരുന്നു. കൊച്ചേട്ടൻ, KK കൊച്ച്, ചെന്താരശ്ശേരി, സണ്ണി കപ്പിക്കാടൊക്കെ അതിലെ ഈ യങ്സ്റ്റേഴ്സാണ്. പിന്നെ തിലകരാജ്, ബാബുരാജ്, പഴയ സലീംകുമാർ, ഗീതേട്ടനുണ്ടോയെന്ന് അറിയത്തില്ല, നമ്മുടെ ഗീതാനന്ദൻ അതിലുണ്ടോയെന്ന് എനിക്ക് അത്ര വ്യക്തമല്ല. ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ അതിലേക്ക് വന്നു. ഇവർക്ക് ആദ്യം ചെയ്ത പണി ഈ നക്സലൈറ്റ് ചാപ്പ കുത്തി. ആക്ച്വലി ദലിത് പൊളിറ്റിക്സും നക്സലിസവും തമ്മിൽ ഒരു ബന്ധമില്ല. കാരണം ഈ മാർക്സിസം എന്ന് പറയുന്ന ഒരു ആശയത്തെ ദലിതുകൾ ഉൾക്കൊള്ളുന്നില്ല. കാരണം അംബേദ്കർ അതിനെ എതിർത്താണ്. കാരണം ഈ വർഗ്ഗസമരം, വർഗ്ഗരാഷ്ട്രീയം അതല്ല അംബേദ്കർ മുമ്പോട്ട് വെച്ച്. ഇവിടെ ജാതികൾ തമ്മിലുള്ള ക്ലാഷ് നടക്കുന്നിടത്ത് മുതലാളിയും തൊഴിലാളിയും തമ്മിൽ തർക്കമൊന്നും ഇവിടെ ഇല്ല. മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള തർക്കമല്ല ഇതുള്ളത് ജാതികൾ തമ്മിലുള്ള ക്ലാഷാണ്. ഇതിനെ കറക്റ്റ് അംബേദ്കർ അഡ്രസ്സ് ചെയ്യുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം, സമുദായങ്ങൾക്കിടയിൽ ഐക്യത രൂപപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദലിതുകൾക്കിടെ രൂപപ്പെട്ടൊരു മൂവ്മെൻറ്റാണത്. അത് ശക്തിപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡാണ്, ജോലി കിട്ടി പല വഴിക്കും. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാവുന്നു. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരായാലും അതിനൊരു പരിമിതിയുണ്ട്. VR രാജുവൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, HSHMS-ൻ്റെ. ഇനി ഇതങ്ങ് ജനങ്ങൾക്കിടയിൽ അത് അവരുടെ ജനഹൃദയങ്ങളിൽ അവരിത് കൊണ്ടുനടന്നു ദീർഘവർഷം, ഈ CDN-ൻ്റെ പൊളിറ്റിക്സ്. പിന്നെ ദൃശ്യമാധ്യമങ്ങൾ ശക്തമായി കഴിഞ്ഞപ്പോഴേക്ക് ഈ മീഡിയ വൺ പോലുള്ള ചാനലുകളിൽ അദ്ദേഹം ചർച്ചയ്ക്ക് വന്നു. ഈ മീഡിയ വൺ മൗദൂദി ചാനലാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ജനൻ TV പോയിട്ടുണ്ട്. ഒരു മീഡിയ നിങ്ങൾ എവിടെ സംസാരിക്കും എന്നുള്ളതല്ല. ഈ സുരേന്ദ്രൻ വന്നിട്ടില്ലേ ഇവിടെ സംസാരിക്കാൻ, ഈ മീഡിയ വണ്ണിൽ വന്നിട്ടില്ലേ? അപ്പോൾ അത് BJP-യുടെ ഒരു ആൾ പോയിരിക്കുമ്പോൾ അത് നല്ലതും, സണ്ണി കപ്പിക്കാട് പോയിരിക്കുമ്പോൾ ഇതൊരു ഭാഷ്യമാണ്, ഇവരെ വിലയ്ക്കുവാൻ. അത് സണ്ണി കപ്പിക്കാടിൻ്റെ പശ്ചാത്തലം അറിയാത്തതുകൊണ്ടാണ്. അതൊക്കെ അങ്ങനെ വിലയ്ക്ക് പോകേണ്ട കാര്യമില്ല. സണ്ണി കപ്പിക്കാടിൻ്റെ ജ്യേഷ്ഠൻ ബറോഡ ബാങ്കിൻ്റെ മാനേജരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞതല്ല, ജീവിച്ചു പോകാനുള്ള അന്നത്തെ സാധാരണ ചുറ്റുപാടുള്ള ഒരു ദലിത് ജീവിതത്തിനപ്പുറത്ത് വിവേകവും അറിവുമൊക്കെ ഉള്ളൊരു സമൂഹമാണ്. അടുത്തത് അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ല, എന്നാൽ അറിയുന്നു, അത് പുറത്തേക്ക് വരുന്നു. എന്തെല്ലാമാണ്? അയാൾ ക്രിസ്ത്യനാണ്. ആ ക്രിസ്ത്യൻ പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടി ഹിന്ദുവാകും.
അതിനെന്താ കുഴപ്പം? അതിനല്ലേ നിങ്ങൾ കറുവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ട സംഘികൾ. അപ്പോൾ അത് പ്രശ്നമായി. ഇതേ കാര്യമില്ലേ രാജ നേരിട്ടുകൊണ്ടിരിക്കല്ലേ അപ്പുറത്ത് CPM-ൻ്റെ ജയിച്ച സ്ഥാനാർത്ഥി നേരിടുകയല്ലേ ഇതേ കേസ്. കൊടിക്കുന്നിനെതിരെ 12 സുധാരണ മറ്റോ കേസിന് പോയെന്ന് എനിക്ക് തോന്നുന്നു, സ്വന്തം പാർട്ടിയിൽ നിന്ന് കൊടിക്കുന്നിനെതിരെ. അപ്പോൾ ഇതെല്ലാം കൊടിക്കുന്നിൻ്റെ അളിയൻ ഞങ്ങളുടെ ഒരു പാസ്റ്ററാണ് കേട്ടോ, അവിടെ പറയാം. അപ്പോൾ ഇങ്ങനെയുണ്ട്. അതിലെന്ത് ഇദ്ദേഹം തിരിച്ചു എന്നതോ ഈ ഒരുവൻ്റെ കാഴ്ചപ്പാടുകളും വിശ്വാസത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത് എങ്ങനെയാണ്? സാങ്കേതികമായിട്ടാണ്. കോടതിക്ക് മുമ്പിൽ സാങ്കേതികത്വ വിഷയം. നല്ല സണ്ണി കവിക്കാട് ഒരു പള്ളിയിലും പോകുന്ന ആളല്ല, അത്തരം ക്രിസ്തീയ വിശ്വാസിയല്ല, എങ്ങും പോകുന്ന ആളല്ല. അവർ എങ്ങും പോകാതെ ഹിന്ദു ആയിക്കൂടെ? അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില തെറ്റായ രീതിയാണ്. ഞങ്ങളവിടെ വന്നിട്ട് ഒരു വില്ലേജ് ഓഫീസർ വീട്ടിൽ നിന്ന് ബൈബിൾ എടുത്തിട്ട് ഹിന്ദുക്കളല്ല ക്രിസ്ത്യാനാണെന്നും പറഞ്ഞ് പുള്ളി എഴുതാൻ തയ്യാറായി. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ മംഗളം ഉണ്ടല്ലോ, MC വർഗീസുമായിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ആൾ ഈ വീട്ടിൽ മംഗളം ഇരുന്നത് എന്താണ് സാർ അന്വേഷിക്കുന്നതിൻ്റെ മാനദണ്ഡം പറയാൻ പറഞ്ഞു. ഒരു ലോജിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ ബൈബിൾ ഇരുന്നു, അപ്പോൾ ഭഗവീത ഒന്ന് വിട്ടു വെച്ചാൽ രണ്ടും കൂടി ഇരുന്നാൽ ഇതിലേതാ പേപ്പറിൻ്റെ എണ്ണം കൂടുതൽ നോക്കുമെന്ന് ചോദിച്ചു. ഇതൊക്കെ ദളിതജീവിതത്തിൻ്റെ പരാധീനതകളെ മറികടക്കാൻ അന്ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇല്ലേ? ഇത് നിങ്ങൾ ഇതിനെ കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ദലിത് ക്രൈസ്തവരും ദലിത് ഹിന്ദുക്കളാണ് ഭയങ്കര സംഘർഷത്തിലാണെന്നല്ലോ തോന്നുന്നുണ്ടോ? അതൊന്നുമില്ല, അങ്ങനെ സംഘർഷമൊന്നുമില്ല. അവർക്ക് പരസ്പരം ഞാൻ പറഞ്ഞ പോലെ രാജക്കാണെങ്കിലും ഇനി സണ്ണി കവിക്കാടിനെ പറ്റി എനിക്ക് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത അറിയില്ല, ബാക്കി ആളിലൊക്കെ പരിശോധിച്ചാൽ അവരുടെ ഉള്ളൊരു ക്രിസ്ത്യാനിറ്റി കിടപ്പുണ്ട്. അതിൻ്റെ കാരണം പണ്ടങ്ങോ ഇവരറിഞ്ഞ കുറേ അതിൻ്റെ ഒരു ചൈതന്യമുണ്ട്. ഇങ്ങനെയൊക്കെ മിഷണറിമാർ കരുതിയല്ലോ, സ്കൂളിൽ ഞങ്ങളെ കയറ്റിയല്ലോ, അത് കൊള്ളാം. ആ ചിന്ത RSകാർക്ക് ചിലർക്കില്ലേ? അവർ പറഞ്ഞു യേശുദേവൻ എന്നൊക്കെ പറഞ്ഞില്ല. ശ്രീരാമകൃഷ്ണ മഠം പുറത്തിറക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ യേശുദേവൻ എന്നാണ്. ഇവർക്ക് ഭക്തിയാകാം, സണ്ണി കവിക്കാടിന് പറ്റില്ല. സണ്ണി കവിക്കാട് എന്ന് പറഞ്ഞ ആളിനെ കൊണ്ടു നിർത്തിയപ്പോൾ ഇത്രയും അസഹിഷ്ണുത വന്നതിൻ്റെ കാരണം എന്താ? അവർ അദ്ദേഹത്തിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുന്നു. ചിലർ പറയുന്ന തോറ്റു തുന്നം പാടും. ഇത് ആരാ തോക്കാത്ത? സാക്ഷാൽ VS തോറ്റിട്ടുണ്ട്, ഇന്ദിരാജി തോറ്റിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ആ രാജ്യത്ത് നമ്മൾ നിൽക്കുന്നത് ഇത് ജനാധിപത്യമാണ്. ഒരു നമ്മുടെ ഇടത് നിരീക്ഷകൻ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി വരുമല്ലോ, എനിക്ക് തമാശ തോന്നി. പിയേഴ്സൺ പറഞ്ഞ രാവിലത്തെ 6 മണിക്കുള്ളിൽ സണ്ണി കവിക്കാട് തോറ്റിരിക്കുന്നവന് രാവിലെ 6 മണിക്ക് ഇലക്ഷൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ഓർത്തോണം. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്താ പദ്ധതിക്കകത്ത് സണ്ണി കവിക്കാടിൻ്റെ തോൽവി എന്ന് ആഘോഷിക്കണം. രാവിലെ 6 മണിക്കാണ് സണ്ണി കവിക്കാട് തോക്കുന്നത്, ഇലക്ഷൻ തുടങ്ങിയില്ല. അപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ പണ്ട് പഞ്ചമി സ്കൂളിൽ കയറി എന്ന് അറിഞ്ഞപ്പോഴേ കത്തിച്ച് സ്കൂൾ കത്തിച്ച് പോട്ടെ, അത് കുറെ കൂടെ പ്രതിരോധത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണെന്ന് കുട്ടിക്കോ. പുല്ലാടുള്ള ഒരു നായർ നടു തളർന്ന് വീണു, അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. സ്ട്രോക്ക് വന്ന് താഴെ വീണെന്ന്. കാരണം അതെന്തോ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു എന്ന് പറഞ്ഞ് പുല്ലാടുള്ള ഒരു നായർ പ്രമാണി തളർന്നു വീണു, പിന്നെ എഴുന്നേറ്റിട്ടില്ല. ആലോചിച്ച് നോക്കണം. ഇപ്പോൾ കേട്ടാൽ ചിരി വരും. അപ്പം ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ടു നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ആശ എന്തുകൊണ്ട് മന്ത്രിയായില്ല? കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലഘട്ടത്തിൽ അജിത്തല്ലായിരുന്നു അതിന് മുന്നേ. ഇപ്പം അജിത്തായിരുന്നതിന് മുമ്പ്, ആശയ്ക്ക് മുന്നേ അജിത്തായിരുന്നു. ഇവർ രണ്ടുപേരും ആയിട്ടില്ല. ഇനി ഒരു സംവരണ തസ്തിക CPI ഉണ്ടാക്കാറുണ്ട്. അത് ഡെപ്യൂട്ടി സ്പീക്കറാണ് V ശശി. പിന്നെ അതിന് മുമ്പ് ഭാർഗവി തങ്കപ്പൻ. ഈ പേര് മോള് കേട്ടിട്ടുണ്ടാവില്ലേ അല്ലേ? V ശശിയെ ഭാർഗവി തങ്കപ്പൻ. പിന്നെ നമ്മുടെ ഇപ്പോൾ ചിറ്റയം ഗോപകുമാർ. ഇങ്ങനെ കുറേ ആളുകളെ എനിക്ക് പരിഹസിക്കാൻ ഇഷ്ടമില്ല ഇവരെയൊന്നും. ഇവരെയൊക്കെ എന്താ പശ കലക്കിയെന്നോ പാർട്ടി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അവരൊക്കെ വലിയ മനുഷ്യരാണ്. പക്ഷേ ഇവർക്ക് ആ സ്വന്തം പാർട്ടിയോടെങ്കിലും ഇത് ചോദിക്കാം. ആശയ്ക്ക് ചോദിക്കേണ്ട ചിറ്റയത്തിനുള്ളിൽ ചോദിക്കാം. അവിടെയാണ് കൊടിക്കുന്നിൽ ചോദിക്കുമ്പം കെറിവായിട്ട് ഇവർ തന്നെ കളിയാക്കുന്നത്. കൊടിക്കുന്നിൽ ഉൾക്കൊള്ളുന്ന പാർട്ടിയായ UDF-ൽ എനിക്ക് എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കാൻ ഒരു സ്വരമുണ്ട്. തീർച്ചയായിട്ടും ചോദിക്കണം. ആ സ്വരമുണ്ട്, അവർക്കത് ചോദ്യം ചെയ്യാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് CPI പോലെയുള്ള ഒരു കേഡഡ് പാർട്ടിയിൽ അവസരമില്ല, സൗണ്ടും ഇല്ല. K രാധാകൃഷ്ണൻ എക്സാമ്പിൾ, നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ. രാധേട്ടൻ എന്നാണ് നാട്ടുകാരെല്ലാം വിളിക്കും. ഞാൻ അവിടെ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ പുള്ളിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവിടെ ജനം മുഴുവൻ പുള്ളിയുടെ കൂടെ. അത് നല്ല മനുഷ്യനാണ്, അഴിമതി ഇല്ലാത്തൊരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ ഒരു ഭാഗ്യശാലി എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഈ പിന്നെ ശബരിമല ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും ആ പാവം മനുഷ്യൻ്റെ പേര് മാത്രം പരാമർശിക്കപ്പെട്ടില്ല. ആ മന്ത്രിയായിരുന്നിട്ടും അല്ലേ? അതിനൊക്കെ ദൈവികത എന്ന് പറയും. കാരണം അയാളുടെ നിഷ്കളങ്കത. അല്ലെ ഇവരെല്ലാം പേര് വന്നു അല്ലേ? അമ്പ് കൊള്ളാത്തല്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞുള്ള ഇവരെല്ലാം പേര് വന്നു. ഇത്ര ക്ലീൻ ഇമേജുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി ഇപ്പം ഏതാണ്ട് പിണറായിക്കൊപ്പം സീനിയോറിറ്റിയുള്ള പാർട്ടി പരിചയമുള്ള ഒരു അഴിമതി കേസിലും പെടാത്ത ഒരു മനുഷ്യന് കരുതി വെച്ച വകുപ്പ് എന്തായിരുന്നു? 2 വൈരുദ്ധ്യങ്ങളെ ഒരേ സമയത്ത് ചുമക്കണം. ഒന്നൊരു സവർണ വകുപ്പ്, ഒരു അവർണ വകുപ്പ്. ഇത് നമ്മുടെ അംബുജാക്ഷൻ പറഞ്ഞൊരു കേസിട്ടാണ് ഞാൻ പറഞ്ഞ കടമെടുത്ത് പറയുക.
സവർണ വകുപ്പ് ഏതാ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അവർണ വകുപ്പ് ഏതാ? SC ST. അപ്പുറത്ത് EWSനെ സാധൂകരിക്കണം, ഇപ്പുറത്ത് സംവരണത്തിന് വേണ്ടി വാദിക്കണം. മനസ്സിലായില്ലേ? ഇത്തരം വൈരുദ്ധ്യങ്ങളെ ചുമന്നുകൊണ്ട് ആ മനുഷ്യൻ പോയത്. ഇത് കാരണം എന്തിനാണ് നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അങ്ങനെ വിളിക്കുന്നത്? അവിടെ ഒന്നും നിർണായകമായ ഒരു പോസ്റ്റിൽ ഈഴവരും ദലിതരും ഒന്നുമില്ല. അത് കൈകാര്യം ചെയ്യേണ്ടി വന്ന മനുഷ്യനോട് വൈരാഗ്യം തോന്നിയപ്പോഴാണെന്നറിയോ? അതേവാ തീർത്ഥം മേടിച്ച് ദൂരോട്ട് കളഞ്ഞു. അപ്പോൾ അത് കാവഡ്യത്തെക്കാൾ നല്ല അതല്ലേ? കാവഡ്യത്തെക്കാൾ നല്ല. ഞാനിതിന് ഭക്തി കൽപ്പിക്കുന്നില്ല. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഇത് കണ്ടിട്ട് ചെല്ലേൻ്റെ അടുത്തുനിന്ന് ഒരു ഫോൺ കോൾ ചെയ്യുന്നു, ഇദ്ദേഹത്തെ മാറ്റണമെന്നും പറഞ്ഞു. അന്ന് മുല്ലയുടെ പക്ഷേ പുള്ളിയെ മാറ്റാൻ തക്ക പവറുള്ളവരവിടെ ഇല്ല. തന്ത്രം പറഞ്ഞാലേ പറ്റൂ. കാരണം പുള്ളിക്ക് വലിയൊരു ആളുണ്ട്, വേറൊരു നിലയിൽ പൊതുജന അഭിപ്രായം എതിരാവും. അപ്പോൾ അതിന് കിട്ടിയ ഏറ്റവും നല്ലൊരു തന്ത്രമാണ് ഇത്തവണത്തെ. അതേ അവിടെ പോയി ഇനി അടുത്ത എത്ര നാൾ കഴിഞ്ഞായിരിക്കും കേരള പൊളിറ്റിക്സിൽ വരാൻ പറ്റുന്നത്. അപ്പോൾ വിജയിക്കുമെന്ന് നമ്മൾ കരുതിയ ഒരാളെ പോലും ഇങ്ങനെ പുറകോട്ട് നിരാകരിച്ചു. പിന്നെ ഇപ്പോൾ പരിണിത ഫലമായിട്ട് ലാസ്റ്റ് ഒരു ബജറ്റിൽ കൊണ്ടുവന്ന് ഏതാണ്ടെല്ലാം പരിപാടി ഒപ്പിച്ചു വെച്ചു. ഇതൊന്നും പോരാ, സമയം കഴിഞ്ഞു, അനവസരത്തിലാണ്. അപ്പോൾ ഇത് CPM അത് നേരിടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി പക്ഷേ ഇതിനകത്ത് വന്ന ഈ ഉണർവിനെ UDF എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ CPMും ചില ബദലുകൾ അവിടെ സൃഷ്ടിക്കും. ഇവർക്ക് പറയാമെന്നല്ല സണ്ണി കവിക്കാടിൻ്റെ പേര്. അപ്പോൾ സണ്ണി കവിക്കാടിനെ പൊതുമണ്ഡലത്തിലിട്ട് മത്സരിപ്പിക്കാത്തത് എന്തെന്നുള്ള ചോദ്യത്തെക്കാൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ചിന്തകരെയൊക്കെ അങ്ങനെ മത്സരിപ്പിക്കണമെന്ന് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവരിട്ട ബുദ്ധിജീവികളുണ്ട്. KR നാരായണനെതിരെ ആരായിട്ട് മറ്റേ സിനിമ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി, അവരെ കൊണ്ട് അവിടെ ഇട്ടെ അദ്ദേഹത്തിനെതിരെ. അപ്പോൾ അത് സംവരണ മണ്ഡലത്തിലാണ് മത്സരിപ്പിച്ച് പാലക്കാട് ഒറ്റപ്പാലം. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന കാര്യമാണ്. ഈ CPIയെ കുറിച്ച് സമൂഹം അറിയുന്ന 2 തവണയാണ്. ജനയുഗത്തിൻ്റെ ഫണ്ട് പിരിക്കാൻ വരുമ്പോഴും സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും ഇങ്ങനൊരു പാർട്ടി കേരളത്തിലുണ്ടെന്ന് അറിയുന്നത്. ഞാനങ്ങനെ അറിഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ക്യാമ്പയിൻ CPI കഴിഞ്ഞ് 5 കൊല്ലം നടത്തിയ ഒരു സമരം 10 കൊല്ലത്തിനുള്ളിൽ CPI ഒരു പോസ്റ്റ് ഒട്ടിച്ച് കണ്ടിട്ടുണ്ടോ വേറെ ഏതെങ്കിലും? CPIയുടെ സംസ്ഥാന സമ്മേളനം ഇതിനെ കൂടുന്നതെന്ന് ശരണിക്കറിയോ? CPM ശരിയല്ലെന്ന് പറയാനാണ്. AYFകാരൻ കൂടുന്നതെന്തിനാ? SFI ശരിയല്ല. എന്നാൽ നല്ലൊരു ശരിയാക്കിത്താ. കുറേ ചീത്ത ഇവരെ പറഞ്ഞിട്ട് പറയാം നമുക്ക് സഹകരിച്ച് പോകണമെന്ന് വീണ്ടും കൂടുക. ഇതാ ബിനോയ് വിശ്വത്തിൻ്റെ ഒക്കെ രാഷ്ട്രീയം അതാണ്. അല്ല, ഇങ്ങനൊരു പാർട്ടിയുടെ ആവശ്യമില്ല. അഴിമതി, കെടുകാര്യസ്ഥത. ഇവരൊരാളോടൊരു കാര്യത്തിന് നിന്ന് സമീപിച്ചു. CPMകാരൻ എത്ര ഭേദം ഒരു കാര്യത്തിന് ശരണിയെ സമീപിച്ച ഡീസൻ്റ് അല്ലേ? അത് വേറെ ചില കാര്യങ്ങളാണ് സമീപിച്ച ഡീസൻ്റ്. അത്രയും നല്ല പാർട്ടിയില്ല, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അവരുടെ ഫെലോഷിപ്പ്, ആവശ്യങ്ങളിൽ അവർ കാണിക്കുന്ന ആർജവം, DYFകാരൻ്റെ പൊതുവിതരണം, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. CPI അതുപോലെ എന്ത് കാര്യമാണ് കാണിക്കുന്നത്? ഇവരെന്ത് പറഞ്ഞാൽ മനുഷ്യൻ്റെ അടുത്തോട്ട് ഇല്ലെന്ന്? ഇത് എവിടെ ഈ CPI ഉള്ള 30 സീറ്റാണ് കൊടുക്കുന്നത്, 10 സീറ്റിനുള്ള അർഹതയുണ്ടോ? മാണിയുടെ പാർട്ടിയുടെ എങ്കിലും കർമ്മനിരതയുണ്ടോ? ഇത് എവിടെ ഉണ്ട് ഈ സാധനം? എൻ്റെ ഒരു വലിയ സംശയമാണ് അത്. നമ്മൾ പെന്തക്കോസ്ത് സഭയിലേക്ക് തന്നെ തിരികെ പോകുമ്പോൾ യേശുവിൻ്റെ അമ്മ നിങ്ങൾക്ക് ആരാധ്യല്ല, അല്ലെങ്കിൽ മറിയം അവിടെ, അതായത് യേശു എന്നൊരു വ്യക്തി മാത്രമേ ഉള്ളൂ, മറിയമില്ല. പക്ഷേ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഫുള്ള് യേശുവും അമ്മയും പിതാവും ഔസേപ്പിതാവ് എല്ലാവരും ഉണ്ട്. അതെങ്ങനെയാണ് പെന്തക്കോസ്തിന് യേശുവിൻ്റെ അമ്മയില്ലാതെ വരുന്നത്? അതൊരു തെറ്റായ ധാരണയാണ്. അതായത് ഞങ്ങൾ വിശുദ്ധ മറിയം തന്നെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. വിശുദ്ധ മറിയം. ഈ വിശുദ്ധ മറിയം എന്ന് പറയുന്നത് സഹോദരി. അപ്പോൾ അവരെ ഏറ്റവും ആദരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതൊന്നുകൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ സെയിൻറ്റ് പോള്, സെയിൻറ്റ് പീറ്റർ, ഇവരെല്ലാം വിശുദ്ധർ എന്ന് ചേർത്താണ് വിളിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ബിലീവേഴ്സിനെ വിളിക്കുന്നത് വിശുദ്ധരെന്നാണ്. അവർ ഞങ്ങളെ വിളിക്കുന്നവരും ഞങ്ങളുടെ വിശുദ്ധന്മാർ എന്നാണ്. ആ വിശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോളി ലൈഫ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല. അത് ഒരു കാരുണ്യം കൊണ്ട് ദൈവം തന്ന ഒരു പ്രിവില്ലേജ് എന്നാണ് അതിന് കൂട്ടുന്നത്. ആക്ച്വലി ഞാനും ശരണ്യയും തമ്മിലൊരു വ്യത്യാസമില്ല. അപ്പോൾ എനിക്ക് അതിനപ്പുറത്ത് ഈ ഒരു മിനിസ്ട്രിയും ഈ ഒരു മിഷനും ചെയ്യാൻ പാകത്തിന് നിങ്ങളെപ്പോലെ അനേകരുള്ളപ്പോൾ വാ എന്ന് പറഞ്ഞ് എന്നെ കൂടെ കൂട്ടി എന്നുള്ള ഒരു കാരുണ്യത്തെയാണ് ഞങ്ങൾ ഈ ഫെയ്ത്തായിട്ട് കാണുന്നത്, വിശ്വാസമായിട്ട് കാണുന്നത്. ഇവിടെ കിട്ടിയോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മറിയം എന്ന് പറയുന്ന സഹോദരി, ആ അന്നത്തെ പാലസ്തീനിൽ ജീവിച്ചിരുന്ന ഒരു 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയിൽ ക്രിസ്തു ജനിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനം ഒരു ദിവ്യാത്ഭുതം എന്നുള്ള ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസം തന്നെയാണ് ഞങ്ങളും ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ക്രിസ്തു മനുഷ്യനായി. അതായത് ദൈവം എന്ന് പറയുമ്പോൾ സ്ഥലം, കാലം, പദാർത്ഥം, ഈ 3 കാര്യത്തിന് വിധേയനാകാൻ പാടില്ല. സ്ഥലം, കാലം, പദാർത്ഥം. അപ്പോൾ ടൈമിന് അതീതനായിരിക്കണം, സ്ഥലത്തിന് അതീതനായിരിക്കണം, പദാർത്ഥത്തിന് അതീതനായിരിക്കണം. അപ്പോൾ
ഇത് മൂന്നും ആവശ്യമില്ലാത്ത ദൈവം ഇതിന് വിധേയനായതായിട്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഡിസ്ക്യൂസ്ഡ്, ഗോഡ് ഡിസ്ക്യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് മാൻ, ഇങ്ങനെയാണ് കാഴ്ചപ്പാട്. നോട്ട് ഇൻകാർണേറ്റ്, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വന്നു, ശരീരത്തിൽ വന്നു. ആ ശരീരത്തിൽ വന്ന് നമ്മളോടൊപ്പം ജീവിച്ചു, നമുക്കൊപ്പം നിന്നു. എന്നിട്ട് മരണമാണ് മനുഷ്യൻ ഭയക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെങ്കിൽ ഒരു വാക്സിൻ എങ്ങനെ ഒരു ജീവിയെ കൊന്ന് അതിൽ നിന്നെടുക്കുന്നു എന്നതുപോലെ മനുഷ്യരാശിയുടെ മുഴുവൻ ഉന്നമനത്തിന് വേണ്ടി ക്രിസ്തു രക്തം, ഗോഡ് സാക്രിഫൈസ്ഡ് ഹിംസെൽഫ്, ഹി ഷെഡ് ഹിസ് ബ്ലഡ് ആസ് എ റാൻസം ഫോർ അസ്. നമുക്ക് വേണ്ടി ആ രക്തത്തിൽ ഞാൻ വിശ്വാസത്താൽ അഭയപ്പെടുമ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യാനിയാകുന്നതാണ് അതിൻ്റെ ഫെയ്ത്ത്. ഇതാണ് എല്ലാവരും കരുതുന്നത്. അതിൽ ഈ മേരി വർഷിപ്പ്, ഐഡോലട്രി എന്ന് പറഞ്ഞാൽ ഈ ഐക്കണുകളെ ആരാധിക്കുക, സിമ്പലുകളെ, പടങ്ങളെ, ചിത്രങ്ങളെയൊക്കെ ആരാധിക്കുക. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇപ്പം എല്ലാ മഹാരഥന്മാരെയും ദേശീയ ചിഹ്നങ്ങളെയും ഇവരെല്ലാം ആദരിക്കണം എന്ന് തന്നെ പഠിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷേ ആരാധിക്കില്ല. ആരാധനയ്ക്ക് ഗോഡ് എലോൺ, അതാണ് ക്രിസ്ത്യൻ, ഞങ്ങളുടെ ഫെയ്ത്ത് അതാണ്. ഗോഡ് എലോൺ, വർഷിപ്പ് ചെയ്യുന്നത് ദൈവത്തെ മാത്രം. ഇത് പറയുമ്പോൾ ഫസ്റ്റ് സെഞ്ചുറിയിൽ 1-ാം നൂറ്റാണ്ടിൽ റോമക്കാർ ചക്രവർത്തിയെ ആരാധിക്കണമായിരുന്നു. ചക്രവർത്തിയുടെ പേര് വേണം നമ്മൾ പ്രസംഗം തുടങ്ങാൻ, എഴുത്ത് തുടങ്ങാൻ. ഇപ്പോൾ ബൈബിളൊക്കെ എടുത്ത് ചിലപ്പോൾ കാണും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് തുടങ്ങുന്നത് ചില ലേഖനങ്ങൾ തുടങ്ങുന്നത്. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ഇങ്ങനെ പറഞ്ഞായിരിക്കും ചിലത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞായിരിക്കും ചില വീടുകൾ തീരുന്നത്. അന്ന് ഇത് ഉച്ചരിച്ച് കേട്ടാൽ നിങ്ങളുടെ തല പോവായിരുന്നു. കാരണം എല്ലാ മഹത്വം ആർക്ക് കൊടുക്കണം? ചക്രവർത്തിക്ക്. ചക്രവർത്തി തിരുമനസിൻ്റെ അനുകമ്പയാൽ എന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ. പഴയ നമ്മുടെ രാജകീയ വിളംബരത്തിലെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇതിനെതിരെ കലഹിച്ച്, സാമ്രാജ്യത്തോട് കലഹിച്ചാണ് ക്രിസ്ത്യാനിറ്റി അന്ന് രൂപപ്പെടുന്നത്. ആദ്യത്തെ കാലത്തെല്ലാം അടിമകളായിരുന്നു കൂടുതൽ ഇതിൻ്റെ ഭാഗമായത്. അപ്പോൾ ഭയങ്കര ഫ്രീഡം. സ്പാർട്ടക്കസിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞാൽ അതിന് വിപരീത ദിശയിലാണ് ഇത് കയറി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ക്രിസ്ത്യാനിറ്റി ഒരു രാജകീയ മതമാകുക അല്പം കഴിഞ്ഞു. കാരണം ചക്രവർത്തിമാർക്ക് ചിലർക്ക് അനുഭവങ്ങളുണ്ടായിട്ട് അവരിതിൻ്റെ ഭാഗമായി. അപ്പോൾ ഇതിൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലം മാറിയിട്ട് ചക്രവർത്തി സ്വീകരിച്ച മതം സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് ആളുകൾ വൻതോതിൽ കൺവേർഷനായി. ഞങ്ങളിതിനെ പറയുന്ന റിപ്പൻറ്റൻസ് എന്നാണ്. നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാവണമെന്നാണ്. കൺവേർഷൻ എന്ന പദം ഉപയോഗിക്കാറില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ തലത്തിലേക്ക് ആളുകൾ ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ വന്നപ്പോൾ അവരന്ന് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബിംബങ്ങളെ, ആചാരങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇത് മിക്സ് ചെയ്ത് കളഞ്ഞു. ഈ മിക്സേഷനകത്ത് നിന്ന് നടത്തിയ വേർതിരിവാണ് പ്രൊട്ടസ്റ്റൻ്റ് റിവൈവൽ എന്ന് പറയുന്നത്, ലൂതറിൻ്റെയൊക്കെ റിഫർമേഷൻ എന്ന് പറയുന്നത്. ഇവിടുന്നാണ് നവീന സഭകൾ ഉണ്ടാകുന്നത്. അത് സത്യത്തിൽ ആ പൂർവികതയിലേക്കുള്ള പോക്കാണ്. അപ്പോൾ സെയിൻറ്റ് മേരി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു സെയിൻ്റായിട്ടുള്ള വളരെ ഭക്തയായ ഒരു ദൈവമകൾ തന്നെയാണ്. ആദരിക്കപ്പെടുന്ന ആളാണ്. പക്ഷേ വർഷിപ്പ് ചെയ്യില്ല, അവരോട് പ്രാർത്ഥിക്കില്ല, ആ ബിംബത്തെ നമസ്കരിക്കില്ല. പരിശുദ്ധ മാതാവ് ദിവ്യഗർഭം ധരിച്ചു, യേശുക്രിസ്തു ഉണ്ടായതാണ്. ഇസ് ഇറ്റ് പോസിബിൾ ഈ ദിവ്യഗർഭം? അതായത് ഈ സൂപ്പർ നാച്ചുറലായ ഒരു കാര്യവും നമുക്ക് യുക്തി വഴി തെളിയിക്കാൻ പറ്റിയ കാര്യമല്ല സൂപ്പർ നാച്ചുറൽസ്. അതിൻ്റെ ആദ്യത്തെ ചോദ്യം വേണ്ട, ഇഫ് ഗോഡ് ഈസ് ദെയർ, ദൈവമുണ്ടെങ്കിൽ ഇത്തരം ഏത് ഇമ്പോസിബിലിറ്റിയും ശരിയാണെന്ന് പറയേണ്ടി വരുന്നുള്ളൂ. ദൈവമില്ല എങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. നിങ്ങൾ പറഞ്ഞാണ് ശരി. അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടിക്കേണ്ടത് തീസം വേഴ്സസ് എത്തിസം, അതായത് നിരീശ്വരത്വം വേഴ്സസ് അതിനെ ഒരു പോർഷൻ അടർത്തി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഈസിയാണ്. ദൈവം ഉണ്ടെങ്കിൽ സാധിക്കും. ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം മനുഷ്യനാകുമോ? ഇസ്ലാമിക് ക്വസ്റ്റ്യനാണ്. എൻ്റെ ദൈവത്തിന് അമീബയാകാൻ പറ്റില്ലേ? ദൈവം മനുഷ്യനായോ എന്നല്ല ചോദിക്കണ്ടേ. അതെന്താ പറ്റാത്ത? ദൈവത്തിന് അമീബയാകാം. ഹീ ക്യാൻ, ദൈവം ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഈ പ്രൈമാ ഫേഷ്യ ആദ്യത്തെ ഇതെന്തായിരിക്കണം? ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കണം. നിരീശ്വരന്മാരെ എന്നുള്ള അവർക്കത് എളുപ്പമല്ല. കാരണം അതും ഒരു ലോജിക്കാണ്, ഇതും ഒരു ലോജിക്കാണ്. ഈക്വൽ വാലിഡിറ്റിയുള്ള, അല്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ മുൻതൂക്കം കിട്ടുന്ന ഒന്നാണ്. നിങ്ങളെങ്ങനെ ഈ ഓർഡറിനെ തെളിയിക്കും? സോഷ്യൽ ഓർഡർ. ഞാനൊരു ആളോട് ചോദിച്ചാണ്, അമാരത് ഉൾക്കൊണ്ടതൊക്കെ വേറെ രീതിയിലാണ്. ഈ എക്സ്പാൻഡ് ചെയ്യുകയാണ്, ബിഗ് ബാങ് ഇങ്ങനെ പോലെ പ്രപഞ്ചം മുഴുവൻ വികാസം പ്രാപിച്ച് ഇന്ന് കാണുന്ന നിലയിലെത്തി. ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം അനുസരിച്ച് ഇതിൻ്റെ റിവേഴ്സ് ആക്ഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? തിരിച്ചു വരണമല്ലോ. അതിനൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞിട്ട് അവൻ അറിയത്തില്ല. അപ്പോൾ പിന്നെ ആദ്യം ഇത് ഇവരുടെ ധാരണ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇത്തരം അപ്പോളജിസ്റ്റുകൾ എന്ന് പറയും, അപ്പോളജറ്റിക്സ് മേഖലയെ വർക്ക് ചെയ്യുന്നത്. ഇവരെ തർക്കത്തെ എങ്ങനെ നേരിടണമെന്ന് 5-6 കൊല്ലം കൊണ്ട് പഠിക്കുന്നവരാണ് ഈ കാര്യങ്ങൾ വെച്ചിട്ട്. ഞങ്ങളിത് നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അറിയാം. ഈ ചോദ്യം വരുമ്പോഴേ അറിയാം.
ഫോർ എക്സാമ്പിൾ, ഒരു കക്ഷി എന്നോട് ചോദിച്ചാണ് ഭൂമിയുടെ പ്രായം 6000 വർഷമേ ഉള്ളൂ, ഫോസിലിന് 10,000 5 ലക്ഷം വർഷത്തിൻ്റെയൊക്കെ പഴക്കമുള്ള ഫോസിൽ കിട്ടുക അല്ലേ? അപ്പോൾ ഇതെങ്ങനെ നോക്കും? ഒരു ബഹളവും വെച്ചൊരു ചിരിയും ചിരിച്ചു ഒരു പോവാണ്. യാഥാർത്ഥ്യ ബോധത്തോടെ ഇതിനെ സമീപിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിത് എവിടെ നിന്നാണ് കണക്ക് കൂട്ടിയേ? ബൈബിൾ എടുത്ത് വായിച്ച് കണക്ക് കൂട്ടിയെങ്കിൽ ശരി. പിന്നെ അതിലും വലിയൊരു തെറ്റ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നാളെ ആണെങ്കിൽ വരുന്ന ഒരാളോടും ചോദിക്കുക ശരണ്യയ്ക്ക്, ഭൂമിയെ സൃഷ്ടിച്ചു ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് 2 ദിവസം കഴിഞ്ഞ് പകലും രാത്രി സൃഷ്ടിച്ചു, സൂര്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ആ ക്രമം ഇങ്ങോട്ട് വരിക. അങ്ങോട്ട് വരുമ്പോൾ സൂര്യനില്ലാത്ത രാവും പകലും എങ്ങനെ ഉണ്ടായി? ഭൂമി കറങ്ങണമല്ലോ, ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ കണക്ക് വെച്ച് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അത് സിമ്പിൾ ലോജിക്കാണ്. അത് വായനയുടെ കൂടെ ഒരു പ്രശ്നമാണ്. നമ്മളൊരു സാഹിത്യകൃതി അങ്ങ് എടുത്തു, അത് ബൈബിളിനെ അങ്ങനെ അങ്ങ് എടുത്തു. ഫസ്റ്റ് ചാപ്റ്റർ ഇതെടുത്താൽ വെളിച്ചം ഉണ്ടാകട്ടെ, ദൈവം കൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഉണങ്ങിയ നിലത്തിന് ഭൂമി, മറ്റേ ഇതെല്ലാം പറഞ്ഞു. ദൈവം 2 വെളിച്ചങ്ങളെ സൃഷ്ടിച്ചു, സൂര്യൻ ചന്ദ്രൻ. പകൽ വാഴുവാൻ സൂര്യനെ, രാത്രി ചന്ദ്രനെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ നറേറ്റർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് പറയുന്ന ഒരാൾ, ഇയാളുടെ സെൻറ്റർ ഏതായിരിക്കും? ഭൂമിയിനകത്തൊരു കണമാണ്. ഭൂമിയെക്കുറിച്ച് പറയുന്നു, ചന്ദ്രനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇയാൾ എവിടെ നിന്നായിരിക്കും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇത് ഭൂമിയിൽ നിന്ന് പറഞ്ഞെങ്കിലേ ദിവസം ബാധകമാകുള്ളൂ. ഇതിങ്ങനെ കറങ്ങല്ലേ, മനസ്സിലായില്ലേ? ഭൂമിയാണ് എൻ്റെ വാക്കുകളുടെ ആധാരമെങ്കിൽ കറക്റ്റായിരിക്കും. ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ ഗാഥ, അതിൽ ഞങ്ങളങ്ങനെ പറയുന്നത് അത് സംഗീതമാണ്. അടുത്തത് ആ സംഗീതത്തിൽ സ്വീകരിക്കുന്നൊരു ഭാഷയുണ്ട്, സന്ധ്യയായി എന്തിനാ സന്ധ്യയായി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, എന്നാൽ രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, ഇങ്ങനെയൊക്കെയാണത്. അപ്പോൾ ഇതിൻ്റെ ന്യൂക്ലിയസ് എവിടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ സെൻറ്റർ എവിടെ? എന്നിട്ട് നിങ്ങളൊന്ന് വിശദീകരിച്ച് നോക്കി, അപ്പോൾ മനസ്സിലാകും പ്രപഞ്ച സൃഷ്ടിയാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എടുക്കണ്ട, അത് വിട്ടേക്ക്. നിരീശ്വരന്മാരുടെ പകരമുള്ളൊരു ബദലുതാണ്. നിങ്ങളിത് വിറ്റേച്ച് നല്ലൊരെണ്ണം പറയണ്ടേ? അപ്പം ഞങ്ങളിത് പറയുന്നത് എന്താ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ആദം ഹവ്വമാരെ നമുക്ക് എടുക്കാം. അവരായിരിക്കില്ല, അവരല്ലായിരിക്കാന്ന് തർക്കോടെ നിൽക്കട്ടെ. ഇത് തരുന്നൊരു ചിന്തയില്ലേ? എന്താ ചിന്ത? ചാതുർവർണ്ണ്യം, ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് സൃഷ്ടിച്ചു, നെഞ്ചിൽ നിന്ന് സൃഷ്ടിച്ചു, അരയിൽ നിന്ന് സൃഷ്ടിച്ചു. അങ്ങനെ വിവേചനത്തിൻ്റെ വൈകൃതം നിലനിൽക്കുമ്പോൾ ബൈബിൾ പറയുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. എന്തൊരു സാഹോദര്യം അത്! അത്തരമൊരാശയത്തെ നിങ്ങളെന്തോ ഒന്ന് വായിച്ചു വന്നിട്ട് ബൈബിൾ ഏതാണ്ട് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ അതിനകത്ത് എങ്ങനെ നോക്കും? ഇതിൻ്റെ ആ ഹാർഡ് കോർ ഫിലോസഫി പഠിക്കണ്ടേ? എന്നിട്ട് വിട്ട് അതിനെല്ലാം നേരിട്. ഈ പറഞ്ഞ സാഹോദര്യം ഇല്ല ഉയർത്തുന്നേ. കൈയിലൂടെ വയ്ക്കുക. എവിടെ ജോൺ കിട്ടുന്നുണ്ടോ? എവിടെ ജോൺ? ചുള്ളിക്കാടിൻ്റെ കവിത ഉണ്ടോ? ജോൺ എബ്രഹാം മരിക്കുമ്പോൾ ചുള്ളിക്കാട് ഈ പട്ടണം വഴിയൊക്കെ അലഞ്ഞ് ചോദിക്കുകയാണ്, ജോൺ എവിടെയെന്ന് ചോദിക്കുകയാണ്. തരിക നീ പീത സായന്തനത്തിൻ്റെ നഗരമേ നിൻ്റെ വൈദ്യുതാലിംഗനം, കൊടികളൊന്നുമില്ലാതെ കോശങ്ങളിൽ തുരിശുമീർച്ചപ്പൊടിയും നിറച്ചു നിൻ തുറമുഖത്തിൽ അണകയാണെൻ്റെ കുപിത യൗവനത്തിൻ ലോകനൗകകൾ. അരുത് നീ വീണ്ടും എന്നിൽ വിളിച്ചുണർത്തരുത് നിൻ്റെ നിയോൺ വസന്തത്തിൻ്റെ ചുന കുടിച്ചെൻ്റെ കൗമാരവും ജലഗിതാറിൻ്റെ ലൈലാഗാനവും. അങ്ങനെ കുറേയുണ്ട്. ജോൺ എബ്രഹാമിനെ തിരക്കിടക്കാണ്. ഇതിൻ്റെ പ്രചോദനം അത് എഴുതിയിട്ടുണ്ട്. ഹാവേൽ മരിച്ചപ്പോൾ ദൈവം കയീനോട് ചോദിച്ചു, എവിടെ നിൻ്റെ ബ്രദർ? അപ്പോൾ എൻ്റെ ബ്രദറിനെ നിങ്ങളോട് കണക്ട് ചെയ്താണ് ദൈവം വെച്ചിരിക്കുന്നത്. എൻ്റെ ബ്രദറിൻ്റെ ആഹാരം എൻ്റെ ആത്മീയ പ്രശ്നമാണെന്നാണ്. എനിക്ക് പ്രാർത്ഥിക്കും മുമ്പ് അവൻ്റെ ആഹാരത്തെക്കുറിച്ച് പഠിക്കണം. ഇനി അടുത്തത്, എന്തിനാണ് നമ്മുടെ ഈ ദൈവങ്ങളെല്ലാം അവതരിച്ചെന്താ? അധർമ്മിയെ നിഗ്രഹിക്കാൻ അല്ലേ? അധർമ്മിയെ കൊന്നുവെച്ച് പോവുക. ഇതിനാണ് ദൈവങ്ങൾ അവതരിച്ചത്. ഇടയ്ക്ക് ഒരാൾ കമൻ്റ് ഇട്ടേക്കുന്നത് വെള്ളത്തൂർ ശിവൻ വിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു, കാരണം കുറേ മുതലാളിമാരെ കൊന്നു. നക്സലുകളെല്ലാം വന്നിട്ട് തെറ്റ് അധർമ്മികളല്ലേ? പക്ഷേ ഇവർ അവതാരങ്ങൾ കൊന്നല്ല ആരെയാ? മഹാബലിയെ പോലൊക്കെയുള്ള നല്ല മനുഷ്യരെയാണ് കൊന്നിച്ചു പോയി. രാവണനെ പോലൊക്കെയുള്ള ആളുകളെ നേരിടാനാണ് വന്നത് അല്ലേ? രാവണൊക്കെ നല്ല മനുഷ്യരാണ്, അതറിയോ? 10 തല 20 കൈ, പവർഫുൾ ആൻഡ് ബ്രില്യൻ്റ് ആണെന്നാണ്. അന്ന് പുഷ്പവിമാനം സ്വന്തമുള്ള കക്ഷിയാണ്. ടാറ്റ എയർ ഇന്ത്യ എടുക്കുന്നതിനൊക്കെ മുമ്പുള്ള കഥ ഞാൻ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ ബൈബിൾ എത്ര ഉന്നതമായ ആശയമാണ് തരുന്നത്. ഒരു പ്രപഞ്ചം, അതിനൊരു ദൈവം, അതിന് ഒരു സമുദ്രം, പല പേരുകൾ അറിയപ്പെടുന്നു. ഈ ഏകത്വം കൊണ്ടുവരുന്നു. നിങ്ങളും ഞാനും മാത്രം അടങ്ങുന്ന സ്ത്രീ പുരുഷ ദ്വന്ദ്വം, അതിനകത്തുനിന്ന് സ്ത്രീയുടെ പാർട്ടിസിപ്പേഷൻ, പുരുഷൻ്റെ പാർട്ടിസിപ്പേഷൻ, ഇതെല്ലാം കൃത്യം പറഞ്ഞു. സ്ത്രീയെ ബഹുമാനിക്കണം, സ്ത്രീക്ക് പുരുഷൻ കീഴടങ്ങണമെന്ന് പറയുന്ന ഭാഗം. ഭാര്യയ്ക്ക് ഭർത്താവ് ഭാര്യയ്ക്കും കീഴടങ്ങണം. സ്ത്രീയുടെ ശരീരത്തിന്മേൽ അവനല്ല, അവൾ പുരുഷൻ്റെ ശരീരത്തിന് മീതെ അവനല്ല, അവൾക്കത്രേ അധികാരം, അവകാശമല്ല അധികാരം. ഈ 2 വശമൊന്നും കാണാതെ
അടിമത്തം, സ്ത്രീയെ ചവിട്ടിത്താഴ്ത്തി, ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒക്കുന്നത്. ഞങ്ങൾക്ക് ആൻസർ ഉണ്ട് പറയാൻ, രേഖകൾ വെച്ചുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കൂടെ നോക്കിയപ്പം മറ്റേ വേടൻ റാപ്പ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് കണ്ടു. ഞാൻ അത് തന്നെയാണ് ആദ്യം മുതൽ ചോദിക്കുന്നത്. സംഗീതം, സിനിമ, രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തണം, ഇതൊന്നും നമ്മൾക്ക് പറ്റില്ല, ദൈവം മാത്രമാണെന്ന് പറയുന്നവർ പെട്ടെന്ന് റാപ്പറേയും കൂടെ ചെയ്യുമ്പോൾ ഞാൻ പിന്നെ അല്ലാട്ടായതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല, എങ്കിലും അതെങ്ങനെയായിരുന്നു അത്? അത് പറയാം. ഒന്നാമത് ഞാൻ അല്പം ഈ കവിതകളും നോവലുകളൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. ഒരു അനുഭവം പറഞ്ഞാൽ, ഈ ഒരു ഉപജീവനാർത്ഥം ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ വരുമ്പം എനിക്ക് അപ്രാപ്യമായ ചില വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. എക്സാമ്പിൾ, മലയാളം ഞാൻ പഠിച്ചിട്ടില്ല, എൻ്റെ വിഷയം ഫിലോസഫിയാണ്. പിന്നെ ഹിസ്റ്ററിയിലൊരു PG ഉണ്ട്, ഫിലോസഫിയിൽ ഒരെണ്ണമുണ്ട്, PG ഒരെണ്ണമുണ്ട്. അങ്ങനെ എൻ്റെ മേഖല ഇപ്പം ഞാൻ മലയാളം പഠിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാരണം. അപ്പോൾ ആ ഘട്ടത്തിൽ മലയാള അധ്യാപകർ പോയ ഒരു ഒഴിവ് ഞാനത് പഠിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ തീരെ കുട്ടിയാണ്, ചെറുപ്രായം, 22 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മനപ്പാഠം പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ പോയട്രി, ഇംഗ്ലീഷായാലും മലയാളമാണെങ്കിലും മനപ്പാഠം പഠിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കില്ലാതെ വന്നാണ്, ടെക്സ്റ്റ് കയ്യിലില്ല, അങ്ങനെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ ഒരു മതിപ്പൊക്കെ തോന്നി. അപ്പോൾ ഈ വേടനെ വിമർശിക്കുന്നത് എന്തെല്ലാം കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ഡ്രഗ് അഡിക്ട്സാണ് എന്ന് പറഞ്ഞു, എനിക്കറിയില്ല. ഓപ്പിയം അഡിക്ട്സ് ആയിരുന്നു നമ്മൾ ഏറ്റവും അധികം ആദരിക്കുന്ന കീറ്റ്സ്, ജോൺ കീറ്റ്സ്. 20-ആം വയസ്സിൽ ആരംഭിച്ച് 24-ആം വയസ്സിൽ 4 വർഷം എഴുതിയുള്ളൂ. ലാ ബെൽ ജെയിം സാൻസ് മേഴ്സി എന്നൊരു കവിതയുണ്ട്, നിർദ്ദയസുന്ദരി, ഒരു നല്ല ഫിക്ഷൻ, നല്ല കവിതയാണ്. അതെഴുതിയ കീറ്റ്സ് ഓപ്പിയം അഡിക്റ്റാ, വേഡ്സ്വർത്ത് ഓപ്പിയം അഡിക്റ്റാ, ന്യായീകരിക്കലല്ല. അപ്പോൾ വേടനെ വിമർശിക്കുന്ന ആളുകൾ, അതെന്താ കഞ്ചാവോളി എന്നൊരു പറയാം സഹോദരി പറഞ്ഞ്, ശശികല അല്ലേ, അവരാണ് ശിവമൂലി ഉപയോഗിക്കുന്ന, ശിവമൂലി എന്ന് പറഞ്ഞ കഞ്ചാവ് അടിക്കുന്ന സന്യാസിമാരെ ഇവിടെ കൊണ്ടിട്ട് ആട്ടുകയാണ്, വസ്ത്രം പോലും ധരിക്കാതെ. ശിവമൂലി ഓർത്തോണം, എന്തൊരു വൈരുദ്ധ്യം ഇത്. അപ്പോൾ അവർ, ഈ മനുഷ്യൻ കഞ്ചാവ് വലിച്ചു, ഞങ്ങൾ ഇതിനെതിരാ, ഞങ്ങൾ കഞ്ചാവ് വലിച്ച വേടനെ എന്തെങ്കിലും കണ്ട, ഞാൻ ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കണ്ട മോനിത് ഉപേക്ഷിക്കണമെന്ന് തന്നെ പറയും. ആസ് എ ബ്രദർ എനിക്ക് പറയാം അല്ലേ, അത് നിന്നെ നശിപ്പിക്കും, അത് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ വേടനിലെ പ്രതിഭയെ, ഇദ്ദേഹത്തിന് ഈ സ്വീകാര്യത കിട്ടാത്ത കാലത്ത് ഞാൻ അംഗീകരിച്ച ആളാണ്, അദ്ദേഹത്തെ വിളിച്ചെന്ന് അഭിനന്ദിച്ച ആളാണ്. 15 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നീർനിലങ്ങളിൽ അതെ അതിറങ്ങിയ ഘട്ടം. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു. ആ പ്രശ്നങ്ങളെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യണ്ടേ, അതിൻ്റെ ശരിതെറ്റുകൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അത് ആ വഴിക്ക് വിട്ടേക്കുക. അതിന് ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണം, അത് അതിജീവിക്കാനും കഴിയണം, അത് മറ്റൊരു വശം. അപ്പോൾ ഇതിലും മാരകമായ പദങ്ങൾ കൊണ്ട് കവിത ഇതിനു മുമ്പ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേടൻ ഉപയോഗിച്ച പദങ്ങളെക്കാൾ തീഷ്ണാക്ഷരങ്ങൾ കൊണ്ട് കവിത കുറിച്ച കവികൾ, ഇതിലും വിമർശിക്കേണ്ട കവിത കേരളത്തിൽ പിറന്നിട്ടുള്ള അറിയോ കൊണ്ട് വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്. അല്പം അശ്ലീലമെന്ന് പറയാവുന്ന കവിതകൾ വള്ളത്തോളിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പീനസ്തനാവത മർദ്ദിത വിഭൂഷിതാംഗം, അർത്ഥം പൊതുജന സമക്ഷം വിശരിക്കാൻ പറ്റില്ല. ഇനി എന്താണ്, പേർത്തു ജന കീർത്തി മാന്യനള പാർത്തി ഓത്തമ സൽകീർത്തികൾ കേട്ടേൻ ഓർത്തവൻ ഉടൽ കൂർത്ത മൂർത്തം ഗജാസ്ത്രമേറ്റു നേർത്തുടൻ നെടുതായി വീർത്ത് ഞാൻ ആർത്തയായി. അർത്ഥം പോയി ചോദിച്ചു പിടിക്കും, എന്താ അതിൻ്റെ അർത്ഥമൊന്നും ഈ വലിയ പണ്ഡിതന്മാർ പറയട്ടെ. അതിലെല്ലാം എടുത്ത ഓരോ അക്ഷരങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേടം പറഞ്ഞതിനേക്കാൾ അപ്പുറത്തെ രതിഭാവമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ, കുറേ കൂടി പച്ചയ്ക്ക് ഇത്തരം പറഞ്ഞ ആളാണ് കടമനിട്ട. കടമനിട്ട കവികൾ വായിച്ചിട്ടുണ്ടോ? ഒരു ടച്ചുണ്ടോ? കാളിമയാർന്നോളെ, അതെല്ലാം പാടാൻ പറ്റില്ല, കുട്ടികൾക്ക് പഠിക്കാനുള്ളപ്പോൾ കുറേ ലൈനുകൾ മാറ്റിയാണ് വിടുന്നത്. അതിനകത്ത് കാളിമയാർന്നോളെ എൻ കാമിനി നീയാണല്ലോ, അടുത്ത ലൈൻ പാടാൻ കൊള്ളത്തില്ല പൊതുജന സമക്ഷം. ഈ ഇതിനോട് ഇണചേരാൻ, കാളിയോട് ഇണചേരാൻ കാട്ടാളൻ ആഗ്രഹിക്കുന്നതാണ് അതിലെ കാര്യം. പ്രകൃതിയും അതിൽ വൃത്തിയോടൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അത് പറയുമ്പോൾ തന്നെ സർഗാത്മകതയുടെ ഒരു ഭാവമാണത് ആ കാര്യം. അതിൽ നിൻ്റെ പുരിങ്കുഴൽ അഴിയുമ്പോൾ അല്ല ആഴി കലങ്ങുകയില്ലേ, മിന്നൽ മുറിഞ്ഞെന്ന് നിൻ ചില്ലിയിൽ വീഴാറില്ലേ, വെള്ളിടി വന്ന് വിളക്ക് കൊളുത്തും കണ്ണിമയിൽ ഞാൻ കാണുമോ, വെള്ളിടി വന്ന് വിളക്ക് കൊളുത്തും കണ്ണിമയിൽ ഞാൻ കാണുമോ. പിന്നെ കുറേ പദങ്ങളുണ്ട്, ഇതൊക്കെ നല്ല പ്രയോഗങ്ങളാണ്. അതിൽ നോക്കിയാൽ വേടൻ ഉപയോഗിച്ച തമിഴര് തലമുടിക്ക് പറഞ്ഞൊരു പ്രയോഗമാണ് വേടൻ പറഞ്ഞ്. രസകരമായിരുന്നു, തമിഴ് ബൈബിൾ എടുത്താൽ ഈ പദമാണ് കിടക്കുന്നത്.
ഞങ്ങളവിടെ കല്യാണത്തിന് പോയിട്ട് ചിരി വന്നു പോയി. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതല്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രയോഗമുണ്ട് ബൈബിളിൽ. ഇത് വായിക്കുന്നത് ഈ പദം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം ചിരിക്കുകയാണ്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇത് പറയാൻ വയ്യാതെ ഒരു തലമുടിയല്ലെന്ന് പറയാൻ തുടങ്ങി. ഇതൊന്നും മനസ്സിലായില്ലേ? കൊച്ചുകുട്ടികൾ കൂടെ വന്നിട്ട്. അപ്പോൾ ചില പദങ്ങൾ ചിലയിടത്ത് അശ്ലീലമാണ്. അത് വേടൻ ആ പദം ഉപയോഗിച്ചുകൊണ്ട് നിലനിന്നിരുന്ന വ്യവസ്ഥിതിക്കെതിരെ നടത്തിയ ഒരു വലിയ പോരാട്ടമാണത്. അതിന് അദ്ദേഹത്തിൻ്റെ അതിൽ ഉപയോഗിക്കുന്ന ഇമേജറികൾ അതൊക്കെ ഒരു ക്ലാസിക്കൽ നിലവാരമുള്ള സാധനമാണ്. അപ്പോൾ കവിത എഴുത്തിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ട്രഡീഷൻ്റെ പിൻബലം ഇല്ലാത്ത അത്തരം അധ്യയനങ്ങളില്ലാത്തൊരു മനുഷ്യൻ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ നിന്ന് കയറി വരികയാണ്. എന്തെല്ലാം ആരോപണം? അയാൾക്ക് പുലികളുടെ പശ്ചാത്തലമുണ്ട്, അയാൾക്ക് വേറെ ഇന്ന കുഴപ്പമുണ്ട്, അയാളിട്ടിരിക്കുന്ന ഉടുപ്പ് ശരിയല്ല, ഇത് ക്ഷേത്രകലയാണോ, ദലിതർക്ക് വേറെ കലയില്ലേ, ഇതെല്ലാം ശശികലയാണോ തീരുമാനിക്കുന്നത്? ആ കലയെന്തെന്ന് തീരുമാനിക്കുന്നത് ശശികലയോ വിശ്വ ഹിന്ദു പരിഷത്തൊന്നുമല്ല. അവിടെ ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്തു. ഇന്നും അത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നെല്ലാം വലിയ വിഷയം ഉണ്ടായതെന്ന് വെച്ചാൽ ഇദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള ആ കേസൊക്കെ വന്നല്ലോ. ആ കേസിൽ അദ്ദേഹത്തെ നാളെ കണ്ടാലും ശാസിക്കും, തീർച്ചയായിട്ടും ശാസിക്കും. അത് തുടരരുതെന്ന് തന്നെ പറയും. ഒരു കുട്ടി അത് തുടരരുത് എന്ന് തന്നെ പറയും. പക്ഷേ വേടനിലെ പ്രതിഭാശാലിയെ നമുക്ക് തള്ളിക്കളയാനാവില്ല, ഉൾക്കൊണ്ടേ പറ്റൂ. വേടൻ പറയുന്ന രാഷ്ട്രീയം നമ്മൾ പറയുന്ന രാഷ്ട്രീയമാണ്. വേടൻ പറയുന്ന രാഷ്ട്രീയത്തിനകത്ത് ഈ ഒരു ആശയമുണ്ട്. എന്നിട്ട് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞൊരു പ്രകാരം വേടന് പോലും ഞങ്ങൾ അവാർഡ് കൊടുത്തു എന്നാണ്. പിന്നെ പുള്ളിക്കാരൻ അതേ പറയത്തുള്ളൂ. കാരണം അത് അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായൊരു പാപ്പരത്വം ദാരിദ്ര്യത്തിലേക്ക് വളരെ താഴെയാണ്. അതുകൊണ്ട് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണെങ്കിലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് അല്ലേ? ചങ്ങനാശ്ശേരിയിൽ നിന്ന് അല്ല, ഞാൻ വരുന്ന വാഴൂരിൽ നിന്നാണ്. വാഴൂർ, കോട്ടയത്ത് നിന്ന്. ഓക്കെ. ഇവിടം വരെ വന്നതിന്, കുറച്ച് നേരം ഞങ്ങളോട് സംസാരിച്ചതിന്, കുറേ കാര്യങ്ങൾ എനിക്കും സംശയങ്ങളുണ്ടായിരുന്നു. അത് കുറേ നാളായിട്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു ഇൻ്റർവ്യൂ തന്നതിന് ഞാനും എൻ്റെ ചാനലും എന്നും നന്ദി ഉണ്ടായിരിക്കും. താങ്ക് യു.